Enthalpy is energy. Enthalpy energy calculate in equation എന്താ? Change in enthalpy delta H is equal to delta H is equal to delta U. Delta U അത്രേ ഉള്ളോ? Delta U plus delta NG delta NG പറയൂ. ബാക്കി മറന്നുപോയി. ഫാത്തിമ first equation delta H is equal to എന്താ equation? ഫാത്തിമ delta H is equal to delta U plus P delta V. Delta H is equal to delta U plus P delta V. അംജദ് പറഞ്ഞ ഡെൽറ്റ NGRT ഗ്യാസിന്റെ കേസിൽ മാത്രം വരുമ്പോഴാണ്. ഓക്കെ, സോ ഡെൽറ്റ H is equal to delta U plus P delta V. അതിൽ പറഞ്ഞ മോനെ ഡെൽറ്റ H അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? Delta H is equal to what? At constant pressure. Adil. Teacher. പറയൂ. Delta H equal to Q delta V. Delta H is equal to Q delta V. At constant pressure, delta H is equal to എന്തായിരിക്കും? P. പഠിച്ചില്ലല്ലോ, പഠിച്ചു പക്ഷെ അത് പറഞ്ഞ അങ്ങോട്ട് ശരിയാവണില്ലല്ലോ. അസ്ലം. Equal to delta U. Delta U ആണോ? At constant pressure. Delta H is equal to delta QP. Delta QP എന്നുണ്ടോ? ചുമ്മാ QP അല്ലേ ഉള്ളൂ? ചുമ്മാ QP is equal to ചുമ്മാ QP അല്ല QP. Delta H is equal to heat at constant pressure. Delta H is equal to Q at constant pressure. Yes, Mohammed Ashkar. In the case of solids and liquids, what is the relationship between delta H and delta U? Delta H is equal to delta U. Yes, delta H is equal to delta U. Asim. In the case of gases, delta H is equal to Asim. Teacher. Relationship between delta H and delta U in the case of gases. Delta U plus P delta V ആണോ? അല്ല, ആസിം പഠിച്ചില്ലല്ലോ. ഹാഷിം. Delta H is equal to delta U plus delta PNGRT. PNGRT. അല്ല, delta NGRT. Delta H is equal to delta U plus delta NGRT. Yes, Lukman. What is an extensive property? Delta H പോസിറ്റീവ് ആവുമ്പോ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എക്സോതെർമിക് റിയാക്ഷൻ എന്നല്ല ഞാൻ ചോദിച്ചത്. രണ്ട് ടൈപ്പ് പ്രോപ്പർട്ടി പഠിച്ചില്ലേ? അതിനകത്ത് എക്സ്റ്റെൻസീവ് എന്താണ്? ഡിപ്പെൻഡ് ചെയ്യണ ഇതിനെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യണം? അതിന്റെ ടെമ്പറേച്ചറിന്റെയും പ്രഷറിനെയും അതിന് ഡിപ്പെൻഡ് ചെയ്യുന്നതിനെയാണോ നമ്മൾ പറയുന്നത്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളതിനെയാണ്. അപ്പൊ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയല്ലോ, ശരിക്കും പഠിച്ചില്ലല്ലോ. അതെന്താ? ഇന്നലെ ഞായറാഴ്ചയായിട്ട് രാവിലെ ക്ലാസ് കഴിഞ്ഞപ്പോ എല്ലാം കൂടെ അവിടെ പോയി. ഫിദ ചുമ്മാ ഇരുന്ന് കാണും അല്ലേ? എത്രയോ ദിവസം പഠിക്കണല്ലേ, അവിടെ കുറച്ചേരം ചുമ്മാ ഇരിക്കുന്നു വിചാരിച്ചാണ് അല്ലേ? യെസ്, ഫിദ പറഞ്ഞേ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്താ? Value depends on quantity or size of matter present in the system. സിസ്റ്റത്തിൽ പ്രസന്റ് ആയിട്ടിരിക്കുന്ന മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ജമീലത്ത് പറഞ്ഞു എന്താ ഇന്റൻസീവ് പ്രോപ്പർട്ടി? Independent of the quantity or size of matter. Quantity or size of the matter ആണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. യെസ്, അഫീസ പറഞ്ഞേ. അഫീസ് ഇന്ന് ലീവ് ആയിരുന്നോ? 2 ദിവസം ഉണ്ടായില്ല. എന്ത് പറ്റി? പനിയായിരുന്നു. നിഷാലിന് എന്ത് പറ്റി ഇന്നലെ? നിഷാലിന് ഇന്നലെ കണ്ടില്ലല്ലോ. വൈഫൈക്ക് പ്രോബ്ലം ആണ്, അതുകൊണ്ട് കേറാൻ പറ്റിയില്ല.
റോസ്മരിയെ പറഞ്ഞ പോലെ എങ്ങനെയാണ് എൻതാൽപി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ കണ്ടുപിടിക്കുന്നത്? ഇന്നലെ നമ്മൾ കുറച്ചധികം കൂടെ പഠിച്ചു. എന്താ റെക്കോർഡ് വീഡിയോസ് കാണുക. യെസ്, റോസ്മരിയെ പറഞ്ഞേ എൻതാൽപി ചേഞ്ച് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും? പ്രോഡക്റ്റ് സൈഡിൽ നിന്നുള്ളത് അല്ല, ഫൈനൽ മൈനസ് ഇനിഷ്യൽ, അതായത് പ്രോഡക്റ്റ് സൈഡ് മൈനസ് എന്ത് ഇനിഷ്യൽ മൈനസ് എന്ത്? എന്താ കുറയ്ക്കണ്ടേ? റിയാക്ടൻസ്. പ്രൊഡക്റ്റിൽ നിന്ന് റിയാക്ടൻസ് കുറയ്ക്കണം. എന്ത് കുറയ്ക്കണം? റിയാക്ടൻസിന്റെ സമ്മ. എന്തിന്റെ സമ്മ? എനർജിയുടെ സം ഓഫ് എൻതാൽപീസ് ഓഫ് പ്രോഡക്ട്സ്. അങ്ങനെ തന്നെ പറയണം. Enthalpy change of a reaction is the sum of enthalpies of the difference between sum of enthalpies of the products and sum of enthalpies of the reactants. Rizwana parne, what is standard enthalpy of a reaction? Rizwana, what is standard enthalpy of a reaction? The standard enthalpy of a reaction is the enthalpy change for a reaction when the all participating substance are in their standard. Yes. Yes. അപ്പൊ ഇപ്പൊ പഠിച്ചു തുടങ്ങിയല്ലോ. അപ്പൊ പഠിക്കാൻ ബുദ്ധിയില്ലാഞ്ഞിട്ടൊന്നുമല്ലല്ലോ. അല്ലേ റിസ്വാന? നിങ്ങൾ അങ്ങനെ ഈ പഠിക്കാണ്ട് വരുമ്പോഴല്ലേ നിങ്ങൾ എക്സ്ക്യൂസ് പറയുന്നേ. ഞാൻ പറഞ്ഞങ്ങനെയായിരുന്നു. ടീച്ചർ സ്കൂളിൽ ചോദ്യം ചോദിച്ചു, ഉത്തരം അറിയില്ലെങ്കിൽ ഉടനെ നമ്മൾ എക്സ്ക്യൂസ് പറയത്തില്ലേ? തലവേദനയായിരുന്നു, വയറുവേദനയായിരുന്നു, പല്ലുവേദനയായിരുന്നു, കണ്ടുവേദനയായിരുന്നു, അല്ലേ? പറയില്ലേ ഹാഷിം? കണ്ടോ, ഹാഷിം പറയും. നിങ്ങൾ എല്ലാരും പറയില്ലേ അങ്ങനെ? അത് പഠിക്കാണ്ട് വരുമ്പോഴല്ലേ പറയാറുള്ളൂ, അല്ലാണ്ട് പഠിക്കാൻ ബുദ്ധിയില്ലാഞ്ഞിട്ടോ ശരിക്കും സത്യത്തിലുള്ള കാര്യമൊന്നും അല്ലല്ലോ. പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾ കൂളായിട്ടിരിക്കും, നല്ല പടപടാന്ന് ഉത്തരവും പറയും. അപ്പൊ അതുപോലെ ഇരിക്കണം. റിസ്വാനൊക്കെ പഠിച്ചു തുടങ്ങിയല്ലോ, അതുപോലെ എല്ലാരും പഠിക്കണം. നേരത്തെ നിന്നൊക്കെ കുറെ മാറ്റം ഉണ്ടല്ലോ. യെസ്. അപ്പൊ സ്റ്റാൻഡേർഡ് എൻതാൽപി ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻതാൽപി ചേഞ്ച് എപ്പോഴാ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളെല്ലാം അവരുടെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ ആണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നേ? സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് വിളിക്കും. അൽസാഫ് പറഞ്ഞ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഓഫ് എ റിയാക്ഷൻ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നേ? ഡെൽറ്റ ആർ എച്ച്. ഡെൽറ്റ ആർ എച്ച് എൻതാൽപി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ. അത് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് എന്തും കൂടെ വേണം? മേളൊരു സീറോ. ഡെൽറ്റ ആർ എച്ച് 0. അത്രയും ഇട്ടാൽ മാത്രമേ പറ്റുള്ളൂ. യെസ്, അർജുൻ പറഞ്ഞ് എന്താ ഹെസസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ? ഇന്നലെ പഠിച്ച ലാസ്റ്റ് പോയിന്റ്. അതായത് ഒരു റിയാക്ഷൻ നടക്കുമ്പോ അത് ഇനി ഓരോ സ്റ്റെപ്പായിട്ട് നടക്കുമ്പോ അതിന്റെ ടോട്ടൽ എൻതാൽപി ചേഞ്ച് എന്ന് പറയുമ്പോൾ ആ സ്റ്റെപ്പുകളെല്ലാം കൂട്ടി അതിന്റെ സമ്മായിട്ടുള്ള എൻതാൽപി ആയിരിക്കും. യെസ്, ഒരു കെമിക്കൽ റിയാക്ഷന്റെ ടോട്ടൽ എൻതാൽപി ചേഞ്ച് എന്ന് പറയുന്നത് അതിന്റെ അകത്തുള്ള ഇൻഡിവിജ്വൽ സ്റ്റെപ്പുകളുടെ എൻതാൽപി ചേഞ്ചുകളുടെ എല്ലാം സമ്മിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടോട്ടൽ എൻതാൽപി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ എന്ന് വിളിക്കാം. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോയ്ക്ക് നമ്മൾ പറയുന്ന പേരാണെന്ത്? ഹെസസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ എന്ന് പറയും. ഹെസസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ. യെസ്, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതിനെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഹെസസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ. ഞാനിവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ ടീച്ചറിവിടെ എഴുതാം. ബോർഡ് ക്ലിയർ അല്ലേ? ഓക്കെ, കാർബൺ ഗ്രാഫൈറ്റ്. ഈ ഒരെണ്ണം എപ്പോഴും ഓർത്ത് വെച്ചോ കേട്ടോ. അതായത് നമ്മള് എലമെന്റുകളെ നമ്മൾ കെമിക്കൽ റിയാക്ഷന് വേണ്ടിയിട്ട് എഴുതുന്ന സമയത്ത് എലമെന്റുകൾ എഴുതുമ്പോൾ അവരുടെ ഫിസിക്കൽ സ്റ്റേറ്റ് നമ്മൾ ഉറപ്പായിട്ടും മെൻഷൻ ചെയ്യണം. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന റിയാക്ടിങ് സ്പീഷീസ്, അത് റിയാക്ടന്റ് ആയിക്കോട്ടെ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, അവരുടെ ഫിസിക്കൽ സ്റ്റേറ്റുകൾ നമ്മൾ നിർബന്ധമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. കാർബൺ എപ്പോഴും സോളിഡ് ആയിട്ടാണ് തെർമോഡൈനാമിക്സിൽ കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഓർത്തു വെച്ചോണം, സൈഡിൽ അറിയില്ലാത്തൊരു മലയാളത്തിൽ എഴുതി വെച്ചോണം. കാർബൺ എപ്പോഴും അതിന്റെ ഗ്രാഫൈറ്റ് ഫോമിലാണ്. നിങ്ങൾ അലോട്രോപ്സ് ഓഫ് കാർബൺ കേട്ടിട്ടില്ലേ? കാർബണിന്റെ അലോട്രോപ്പുകൾ, അതിന്റെ അകത്തുള്ള ഒരു രൂപാന്തരണോ മലയാളത്തിൽ എങ്ങനെയാ പറഞ്ഞത്? യെസ്, ഓക്കെ. അപ്പൊ കാർബണിന്റെ ഗ്രാഫൈറ്റ് സ്റ്റേറ്റ് ആണ് എപ്പോഴും കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നോക്കുക. ഓക്സിജൻ ഗ്യാസ്, H2 ഗ്യാസ്, ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഓൾറെഡി കുറെയൊക്കെ നമുക്ക് അറിയാം. പക്ഷെ അതിൽ എക്സെപ്ഷൻ കേസ് വരുന്ന ഓർത്താണ്. കാർബൺ എപ്പോഴും ഗ്രാഫൈറ്റ് ആയിട്ടായിരിക്കും കേട്ടോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഹാഫ് മോൾ ഓഫ് ഓക്സിജനോട് റിയാക്ട് ചെയ്തു. എന്നിട്ട് കാർബൺ മോണോക്സൈഡ് ഗ്യാസ് ഉണ്ടായി.
ഈ റിയാക്ഷന്റെ എൻതാൽപ്പി ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, കാർബൺ ഹാഫ് മോൾ ഓഫ് O2 റിയാക്ട് ചെയ്ത് CO ഗ്യാസ് അവിടെ ഉണ്ടായി, കാർബൺ മോണോക്സൈഡ് ഗ്യാസ് ഉണ്ടായി. ഈ റിയാക്ഷന്റെ എൻതാൽപ്പി ചേഞ്ച് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഈ റിയാക്ഷൻ നടക്കുന്നത് ഒറ്റയടിക്ക് കാർബൺ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറുവല്ല ചെയ്യുന്നത്, പകരം ഇതൊരു 2 സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ ആണ്. ഞാൻ ആ 2 സ്റ്റെപ്പുകളും എഴുതാം, എന്നിട്ട് നിങ്ങൾ ആലോചിച്ചിട്ട് പറയണം ഈ 2 സ്റ്റെപ്പുകളെ എന്തു ചെയ്താൽ ഈ ഇക്വേഷൻ കിട്ടും എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങളോട് ഞാൻ പറയുന്നു എനിക്ക് നല്ല മധുരമുള്ള ഒരു നാരങ്ങാ വെള്ളം നിങ്ങൾ ഉണ്ടാക്കി തരണം. അങ്ങനെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുക. ഓക്കെ, എന്നിട്ട് ഞാൻ പറയുവാണ് നിങ്ങൾക്ക് ഞാൻ ഒരു നാരങ്ങ തരാം, ഒരു എത്രയാ ഒരു ഗ്ലാസ്സിൽ പഞ്ചസാര തരാം, വെള്ളം തരാം, ഇത്രയും പറയുക. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ? എന്താ ചെയ്യാൻ? എനിക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം നിങ്ങൾ നാരങ്ങ മുറിക്കും, പിഴിയും, അതിൻ്റെ അകത്തോട്ട് പഞ്ചസാര ഇടും, വെള്ളം ഒഴിക്കും, മധുരം ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യും. അപ്പൊ നാരങ്ങ വെള്ളം ആയല്ലോ, ഇല്ലേ? അപ്പൊ എനിക്ക് കിട്ടേണ്ട സാധനം നിങ്ങൾ ഉണ്ടാക്കി തന്നു. അതിനു വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യണോ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ നാരങ്ങ നിങ്ങൾക്ക് മുഴുവനെ പടിയാ തന്നെ. ആ മുഴുവൻ നാരങ്ങ എടുത്തിട്ട് ചുമ്മാ വെള്ളത്തിലിട്ടിട്ട് പഞ്ചസാര ഇളക്കിയത് നാരങ്ങ വെള്ളമാവോ ഫാത്തിമ? ഇല്ല. അതിനു വേണ്ടി എന്ത് ചെയ്യണം? നാരങ്ങ മുറിക്കണം, അല്ലെ? നാരങ്ങ മുറിച്ചാ പോരാ, നാരങ്ങ മുറിച്ചിട്ട് പിഴിയും കൂടെ വേണം. ചുമ്മാ നാരങ്ങ മുറിച്ചു വെച്ചാലാവൂല, പഞ്ചസാര ഗ്ലാസ്സിലിരുന്നാലാവൂല, പഞ്ചസാര എടുത്തിട്ട് ഇളക്കണം, എങ്കിലും മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വേണ്ടുന്ന രീതിയിൽ നമുക്ക് ഈ ഇക്വേഷൻസിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, പക്ഷെ ഒരു ഇക്വേഷനിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ അത് ആ ഓൾ ഇക്വേഷനെ ഒരുമിച്ച് വേണം ചേഞ്ച് ചെയ്യിക്കാൻ. ഓക്കെ, ഇപ്പൊ എനിക്ക് കിട്ടേണ്ട ഇക്വേഷന് വേണ്ടിയിട്ട് എനിക്ക് തന്നിരുന്ന കാർബണിനെ എനിക്കൊന്ന് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലേ പറ്റുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, പക്ഷെ ആ ഇക്വേഷനെ മുഴുവനായിട്ടും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു ഇക്വേഷന്റെ അകത്ത് ഏതെങ്കിലും ഒരു സ്പീഷീസിന് മാത്രം നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റില്ല, മുഴുവനായിട്ട് ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി എനിക്ക് ഇൻ കേസ് ആ റിയാക്ഷനെ ഒന്ന് റിവേഴ്സ് ചെയ്യണമെന്ന് വിചാരിക്കാം, ഞാൻ റിവേഴ്സ് ചെയ്തോട്ടെ, കുഴപ്പമില്ല. അതേപോലെ തന്നെ ആ ഡെൽറ്റ H0ന്റെ വാല്യൂ എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്യും. പ്ലസ് ആയിട്ടുള്ളത് മൈനസ് ആവും, മൈനസ് ആയിട്ടുള്ളത് പ്ലസ് ആവും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് 1-2 പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ ക്ലിയർ ആകും. ഓക്കെ, നോക്കാം. അപ്പൊ ഇതാണ് എനിക്ക് കിട്ടേണ്ട റിക്വയർഡ് ഇക്വേഷൻ. ഞാൻ നിങ്ങൾക്ക് തരുന്ന 2 ഇക്വേഷൻസ് ഇതാണ്. ഒന്ന് C ഗ്രാഫൈറ്റ് പ്ലസ് O2 ഗ്യാസ് ഗീവ്സ് CO2 ഗ്യാസ്. ഈ കെമിക്കൽ റിയാക്ഷന്റെ ഡെൽറ്റ RH0 എന്ന് പറയുന്നത് -393.5 kJ/mol ആണ്. ഒരു ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് തന്നു. രണ്ടാമത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് CO ഗ്യാസ് പ്ലസ് ഹാഫ് O2 ഗ്യാസ് gives CO2 ഗ്യാസ്. ഈ കെമിക്കൽ റിയാക്ഷന്റെ ഡെൽറ്റ RH0 എന്ന് പറയുന്നത് -283 kJ/mol ആണ്. 2 ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ 2 ഇക്വേഷൻ ഉപയോഗിച്ച് ആ മുകളിൽ കൊടുത്തിരിക്കുന്ന നമുക്ക് വേണ്ടുന്ന ഇക്വേഷനിലോട്ട് നിങ്ങൾ എങ്ങനെ എത്തും? അതിന് വേണ്ടി നിങ്ങൾ ചിന്തിക്കേണ്ടത് നമുക്ക് കിട്ടേണ്ട ഇക്വേഷനിൽ ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെയുണ്ട്? കാർബൺ ഗ്രാഫൈറ്റും ഉണ്ട്, ഓക്സിജൻ ഗ്യാസും ഉണ്ട്. റൈറ്റ് സൈഡിൽ എന്നതാ ഉള്ളത്? കാർബൺ മോണോക്സൈഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ താഴെ തന്നിരിക്കുന്ന ഇക്വേഷൻസിന്റെ അകത്ത് ആദ്യം ലെഫ്റ്റ് സൈഡിലുള്ളവര് താഴെ തന്നിരിക്കുന്ന റിയാക്ഷൻസിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള റിയാക്ടന്റുകളെ പറ്റി ആദ്യം ചിന്തിക്കാം. ഓക്കെ, ഏതൊക്കെയാ അവിടുത്തെ റിയാക്ടൻസ്? മിർസ പറഞ്ഞേ, നമുക്ക് കിട്ടേണ്ട ഇക്വേഷനിലെ റിയാക്ടന്റ് ഏതാ? കിട്ടേണ്ട ഇക്വേഷനിൽ റിയാക്ടന്റ് C ഗ്രാഫൈറ്റ് പ്ലസ് ഹാഫ് O2. C ഗ്രാഫൈറ്റ് പ്ലസ് ഹാഫ് O2. ഓക്കെ, അപ്പൊ റിസിൻ പറഞ്ഞേ, താഴെ തന്നിരിക്കുന്ന ഇക്വേഷൻസിലെ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കാർബൺ ഗ്രാഫൈറ്റ് ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ? എവിടെയാ കിടക്കണേ? ഒന്നാമത്തെ ഇക്വേഷന്റെ അകത്ത് കാർബൺ ഗ്രാഫൈറ്റ് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ആ ഇക്വേഷൻ നമുക്ക് കിട്ടേണ്ടത് ഒരു C ഗ്രാഫൈറ്റ് ആണ് നമുക്ക് കിട്ടേണ്ട ഇക്വേഷനിലുള്ളത്. താഴെ തന്നിരിക്കുന്ന ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷനിൽ ഒരു C ഗ്രാഫൈറ്റ് ആ ഫസ്റ്റ് ഇക്വേഷനിൽ ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഇക്വേഷന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ട കാര്യമുണ്ടോ ഫർഹാൻ? ആ ഇക്വേഷൻ അതേപടി നമുക്ക് എടുക്കാൻ പാടില്ലേ?
എടുക്കാൻ പറ്റുമോ ഇക്വേഷൻ? ഇന്നലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഇന്നലെ ക്ലാസ്സിൽ കയറിയായിരുന്നോ? കണ്ടില്ലല്ലോ. പറഞ്ഞേ. ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ട കാര്യമുണ്ടോ? എടുക്കാൻ പറ്റും ടീച്ചർ. എടുക്കാൻ പറ്റും. ഒരു ചേഞ്ചസ് നമ്മൾ വരുത്തേണ്ട കാര്യം ഇല്ല. ഭീമ മറിയം വീഡിയോ ഓഫ് ആണല്ലോ. ആൻഡ് ആമിന ഓൾസോ. ഇല്ല. യെസ്. മൂവാത് പറഞ്ഞേ. ഇനി രണ്ടാമത്തെ, നിങ്ങൾ ലേറ്റ് ആയിട്ടാണോ അങ്ങോട്ട് കേൾക്കുന്നത് ഞാൻ പറയുന്നത്? ആണോ ഫാത്തിമ? അല്ല കേൾക്കാൻ പറ്റുന്നുണ്ട്. രണ്ടുപേരും ഒരേപോലെ ലേറ്റ് ആയപ്പോ ഞാൻ വിചാരിച്ചു എന്റെ കുഴപ്പം. യെസ്. മൂവാത് പറഞ്ഞേ. ഇനി രണ്ടാമത്തെ റിയാക്ടന്റ് എവിടെയാ ഉള്ളത്? ഏതാ മൂവാത്? രണ്ടാമത്തെ റിയാക്ടന്റ് ഏതാ? half O2. half O2. ഓക്കെ. നമ്മൾ ഈ half O2 എന്നുള്ള ആ നമ്പർ പിന്നെ നോക്കിയാൽ മതി. ആദ്യം റിയാക്ടന്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. നമ്പർ പിന്നീട് നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ. അപ്പൊ ഓക്സിജൻ ആണ് അവിടുത്തെ റിയാക്ടന്റ്. ഈ ഓക്സിജൻ താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ ഇക്വേഷന്റെ അകത്തുണ്ട്? O2 എന്ന് പറയുന്നത്. O2 എവിടെയൊക്കെ ഉണ്ട് മൂവാതെ? രണ്ട് ഇക്വേഷനിലുണ്ട്. രണ്ട് ഇക്വേഷനിലും റിയാക്ടന്റിന്റെ സൈഡിൽ എന്തുണ്ട്? O2 ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ. ഇനി അവിടുത്തെ പ്രോഡക്റ്റ് ഏതാ അംജദ്? നമുക്ക് കിട്ടേണ്ട ഇക്വേഷന്റെ അകത്തുള്ള പ്രോഡക്റ്റ് ഏതാ? CO2. CO2 ആണോ നമുക്ക് കിട്ടണ്ടേ? പ്രോഡക്റ്റ് നമുക്ക് റിക്വയർഡ് ഇക്വേഷൻ, നമുക്ക് വേണ്ട ഇക്വേഷനിൽ പ്രൊഡക്റ്റ് സൈഡിൽ ആരാണ് ഉള്ളത്? CO2 ആണോ? CO. CO, കാർബൺ മോണോക്സൈഡ്. അതാ താഴെ തന്നിരിക്കുന്ന ഏത് റിയാക്ഷനിലാ CO ഉള്ളത്? നമുക്ക് കാണാൻ പറ്റുന്നത് സെക്കൻഡ് റിയാക്ഷൻ. സെക്കൻഡ് ഇക്വേഷൻ. പക്ഷെ സെക്കൻഡ് ഇക്വേഷനിൽ അത് എവിടെയാ കിടക്കുന്നത്? റിയാക്ടന്റിന്റെ സൈഡിലാണോ പ്രൊഡക്റ്റിന്റെ സൈഡിലാണോ കിടക്കുന്നത്? പ്രൊഡക്റ്റ് റിയാക്ടന്റിന്റെ സൈഡിൽ. റിയാക്ടന്റിന്റെ സൈഡില്. നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് വേണം CO കിട്ടാൻ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആ സെക്കൻഡ് ഇക്വേഷൻ എന്ത് ചെയ്യണം ഫാത്തിമ? CO-നെ എനിക്ക് പ്രൊഡക്റ്റിന്റെ സൈഡിൽ കിട്ടണമെങ്കിൽ ഞാൻ ആ ഇക്വേഷൻ എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം. യെസ്, റിവേഴ്സ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കിട്ടേണ്ട രീതിയിൽ നമുക്കതിന് ചേഞ്ച് ചെയ്യാം. എനിക്ക് CO പ്രൊഡക്റ്റ് സൈഡിൽ കിട്ടണം. ഞാൻ അതുകൊണ്ട് ആ ഇക്വേഷൻ എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്യും. ഇക്വേഷൻ റിവേഴ്സ് ചെയ്താൽ ഡെൽറ്റ H0ന്റെ വാല്യൂം റിവേഴ്സ് ചെയ്യണം. അത് ഉറപ്പാണ്. ഒരു ഇക്വേഷൻ നമുക്കുണ്ട്, ആ ഇക്വേഷന്റെ ഡെൽറ്റ H0 നമുക്കറിയാം. ആ ഇക്വേഷൻ ഇൻ കേസ് നമുക്കൊന്ന് റിവേഴ്സ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ ഡെൽറ്റ H0യും നമ്മൾ റിവേഴ്സ് ചെയ്യണം. അതായത് -283 ആയിട്ടുള്ളത് എന്തായിട്ട് മാറും? +283 ആയിട്ട് മാറും. ഇനി ഇൻ കേസ് ആ എനിക്ക് ഇക്വേഷനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ ഡെൽറ്റ H0നെ നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? ഇവിടെ കിട്ടിയോ? അപ്പൊ നമുക്ക് കിട്ടേണ്ട ഇക്വേഷനിലുള്ള റിയാക്ടന്റുകൾ രണ്ട് സൈഡിൽ, റിയാക്ടന്റുകൾ കാർബൺ ഗ്രാഫൈറ്റ് ലെഫ്റ്റ് സൈഡിലുള്ള ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ട്. O2 ലെഫ്റ്റ് സൈഡിൽ ഉള്ള രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. അന്നേരം കാർബൺ മോണോക്സൈഡ് ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്ത് റൈറ്റ് സൈഡിലോട്ട് ആക്കും. അന്നേരം കുഴപ്പമില്ല, O2 അവിടെ ആ ഫസ്റ്റ് ഇക്വേഷനിൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ കിടക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് ഇക്വേഷൻസും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അത്രയും ചെയ്താൽ മതി. ഇങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാത്സിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈക്വൽ ടു സൈനിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരുപോലെയുള്ളവരെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയത്തില്ലേ മക്കളെ? ഇല്ലേ? ഇപ്പൊ ഇപ്പുറത്തെ ഒരു -2 ഉണ്ട്, അപ്പുറത്തെ ഒരു -2 ഉണ്ട്. രണ്ടും കൂടെ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പാടില്ലേ? ലെഫ്റ്റിലും റൈറ്റിലും ഒരുപോലെ വന്നാൽ ക്യാൻസൽ ചെയ്യാം. ഒരേ സൈഡിൽ ഇപ്പൊ K ഇൻവേഴ്സ് K ഒരേ സൈഡിലല്ല നമ്മൾ നോക്കുന്നത് കേട്ടോ. യെസ്, ഒരുപോലെയുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് പറ്റും. ഓക്കെ, അതിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കൺഫ്യൂഷൻ ആവും. ഇത്ര ഓർത്താൽ മതി. ഒരു ഈക്വൽ ടു സൈൻ അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഒരുപോലെയുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതിലൂടെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ടീച്ചർ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോളൂ. ഈ ഒരൊറ്റയ്ക്ക് ഒരു കുഞ്ഞു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇനി ഏത് വലിയ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചോളൂ. കാരണം എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടായാൽ മതി. നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കുറച്ച് ലോജിക്കൊക്കെ അപ്ലൈ ചെയ്താൽ കിട്ടിക്കോളും. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷനെ അങ്ങനെ തന്നെ നിർത്തുക, ഒരു ചേഞ്ചും ഇല്ല. സോ ഇക്വേഷൻ 1 ഓക്കെ പ്ലസ്
രണ്ടാമത്തെ ഇക്വേഷനെ റിവേഴ്സ് ചെയ്യണം. സോ റിവേഴ്സ് ഇക്വേഷൻ 2. രണ്ടാമത്തെ ഇക്വേഷനെ റിവേഴ്സ് ചെയ്ത് ഒന്നാമത്തെ ഇക്വേഷന്റെ കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ടീച്ചർ അത് എഴുതാം. ഒന്നാമത്തെ ഇക്വേഷൻ ആദ്യം എഴുതുക കേട്ടോ. സി ഗ്രാഫൈറ്റ് പ്ലസ് O2 ഗ്യാസ് ഗീവ്സ് CO2 ഗ്യാസ്. ഓക്കെ, അതിന്റെ ഡെൽറ്റ RH0 എന്ന് പറയുന്നത് -393.5 കിലോ ജൂൾ പെർ മോൾ ആണ്. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷൻ എനിക്ക് റിവേഴ്സ് ചെയ്യേണ്ട സിറ്റുവേഷനാ. സോ CO2 ഗ്യാസ് ഗീവ്സ് CO ഗ്യാസ് പ്ലസ് half O2 ഗ്യാസ്. ഇക്വേഷൻ റിവേഴ്സ് ചെയ്താൽ എൻതാൽപ്പിയുടെ വാല്യൂ റിവേഴ്സ് ആകും. സോ -283 കിലോ ജൂൾ പെർ മോൾ. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ രണ്ട് ഇക്വേഷനും കൂടെ ആഡ് ചെയ്താലേ എനിക്ക് ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ കിട്ടുള്ളൂ. അപ്പൊ ഒരുപോലെയുള്ളത് ക്യാൻസൽ ചെയ്യാന്ന് ടീച്ചർ പറഞ്ഞു. ഇത്ര എഴുതിയത് മനസ്സിലായോ? മൈനസ് ആണോ പ്ലസ് അല്ലേ? പ്ലസ് 283. പ്ലസ് 283. യെസ്, ഇത്രയും കാര്യം എഴുതിയത് മനസ്സിലായോ? സി ഗ്രാഫൈറ്റ് ലെഫ്റ്റ് സൈഡിലുണ്ട്, O2 ലെഫ്റ്റ് സൈഡിലുണ്ട്, CO റൈറ്റ് സൈഡിലുണ്ട്. നമുക്ക് കിട്ടേണ്ട രീതിയിൽ തന്നെ ഇരിക്കുന്നത്. ഇക്വേഷൻ മനസ്സിലായി, എഴുതിയവർ ക്ലിയർ ആയി എന്നുള്ളവരൊന്ന് കൈവക്കിക്കേ. മിസ് ഈ സെക്കൻഡ് ഇക്വേഷൻ റിവേഴ്സ് ചെയ്തോണ്ടാണോ -283 + 283 ആയത്? അതെ, നമ്മളൊരു ഇക്വേഷനെ നമ്മൾ റിവേഴ്സ് ചെയ്യാതാലോ മൾട്ടിപ്ലൈ ചെയ്താലോ എന്ത് ചെയ്താലും അത് ആ ΔH0നെ ബാധിക്കും. ഡിവൈഡ് ചെയ്താൽ അതിനെ ഡിവൈഡ് ചെയ്യേണ്ടി വരും, മൾട്ടിപ്ലൈ ചെയ്താൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും, റിവേഴ്സ് ചെയ്താൽ അതിന്റെ ഓപ്പോസിറ്റ് എടുക്കേണ്ടി വരും. യെസ്, ഈ രണ്ട് ഇക്വേഷൻസ് എഴുതിയത് മനസ്സിലായോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. യെസ്, ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഒരുപോലെയുള്ളതിന് നമുക്ക് ക്യാൻസൽ ചെയ്യാം. നോക്കിക്കേ, ഈ CO2 ലെഫ്റ്റ് സൈഡിലുണ്ട്, ഇവിടെ റൈറ്റ് സൈഡിലുണ്ട്. സോ ക്യാൻസൽ ചെയ്തു. ഇനി നിങ്ങൾ നോക്കിക്കേ മക്കളെ, ഇതിപ്പോ മനസ്സിലായോ? CO2 ക്യാൻസൽ ചെയ്ത് മനസ്സിലായോ? ലെഫ്റ്റിലും റൈറ്റിലും ഒരുപോലെയുള്ളത് ക്യാൻസൽ ചെയ്തു. ഇനി നിങ്ങൾ നോക്കിക്കേ, ആദ്യത്തെ ഇക്വേഷന്റെ അകത്ത് O2 മേളിൽ കിടപ്പില്ലേ, താഴെ ഒരു ഹാഫ് O2 കിടപ്പില്ലേ, അത് റൈറ്റ് സൈഡിലാ കിടക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഒരു O2 ഉണ്ട്, റൈറ്റ് സൈഡിൽ ഹാഫ് O2 ഉണ്ട്. അപ്പൊ നമുക്ക് ഹാഫ് O2 രണ്ടിടത്തുനിന്നും ക്യാൻസൽ ചെയ്ത് കളയാൻ പാടില്ലേ? പറ്റില്ലേ മക്കളെ? ഇങ്ങനെ ഇത്രയും ചിന്തിച്ചാൽ മതി. മുകളില് 10⁻⁻2 ഉണ്ട്, താഴെ 10⁻³ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ മുഴുവനായിട്ട് കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്തിട്ട് ഇവിടെ ഒന്നും എഴുതി വെക്കാൻ പറ്റത്തില്ലേ? പറ്റില്ലേ? അതുപോലെ തന്നെ നോക്കിക്കോ, ഇവിടെ ഒരു O2 ഉണ്ട്, ഇപ്പുറത്തെ സൈഡിൽ ഒരു ഹാഫ് O2 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഹാഫ് O2 മുഴുവനായിട്ട് വെട്ടിക്കളയാം. ഇതിൽ നിന്ന് ഹാഫ് O2 പോയാൽ റിമൈനിങ് അവിടെ എന്തുണ്ട്? ഒരു ഹാഫ് O2 ഉണ്ട്. മനസ്സിലായോ? എന്നിട്ട് അതുപോലെ തന്നെ ഇവിടെയും ചെയ്യാം. ഈ ഹാഫ് O2 മുഴുവനായി പോയി, ഇത് വെട്ടി, ഇവിടെ ഒരു മിച്ചം ഒരു O2 ഉണ്ട്. യെസ്, എന്നിട്ട് ഈ ലെഫ്റ്റ് സൈഡിലുള്ളതെല്ലാം കൂടെ ഒരുമിച്ച് എഴുതി വെക്കുക. സി ഗ്രാഫൈറ്റ് പ്ലസ് ഹാഫ് O2 ഗ്യാസ് ഗീവ്സ് CO ഗ്യാസ്. അപ്പൊ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡിഫറൻസ് എടുക്കുക, വലുതിന്റെ സൈൻ എടുക്കുക, ആൻഡ് ദി ആൻസർ ഈസ് -110.5 കിലോ ജൂൾ പെർ മോൾ. ഇതാണ് ഈ കെമിക്കൽ റിയാക്ഷന്റെ എൻതാൽപ്പി ചേഞ്ച്. നമുക്ക് കിട്ടേണ്ട ഇക്വേഷൻ ആയില്ലേ? നമുക്ക് കിട്ടേണ്ടത് സി ഗ്രാഫൈറ്റ് പ്ലസ് ഹാഫ് O2 CO ഗ്യാസ് ആയിരുന്നു നമുക്ക് കിട്ടേണ്ടിയിരുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ ടീച്ചർ. അപ്പൊ നമ്മൾ ആ ഹാഫ് വെട്ടിയപ്പോ ആ ΔRH0 എന്താ ചെയ്യാത്ത? അതിനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരു ഇക്വേഷനിലല്ലല്ലോ നമ്മൾ ചെയ്തത്, രണ്ട് ഇക്വേഷനും കൂടെ നമ്മൾ ആഡ് ചെയ്യുമല്ലേ ചെയ്തേ. ഞാൻ പറഞ്ഞ എന്താ, ഒരു പെർട്ടിക്കുലർ കെമിക്കൽ റിയാക്ഷനെ നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ആ ഇക്വേഷനെ മുഴുവനായിട്ടും ബാധിക്കുന്ന പറഞ്ഞത്. ഇത് നമുക്ക് ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ അതിന് കുറവ് വരുത്തണ്ട. നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടി 1 സ്പൂൺ പഞ്ചസാര നമ്മൾ ഉണ്ടാക്കി വെച്ചു. അതിന് പിന്നെ നമ്മൾ കുറയ്ക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് അത്ര ആവശ്യമുണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ആ മിക്സ് ആവുന്ന സമയത്ത് കുറെ റിയാക്ഷൻസ് ഒക്കെ നടക്കും. അത്രേ ഉള്ളൂ. നമ്മളിപ്പോ രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളോട് ഓട്ടോമാറ്റിക്കലി നടക്കുന്നതാ മോളെ. നമ്മളിനി എക്സ്ട്രാ ചെയ്യുന്നൊന്നും അല്ല അത്. നമ്മളിത് വെട്ടിക്കളയുന്നതല്ല. ഇത് രണ്ടെണ്ണം ആഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോ ചെയ്തത്. 2 CO2 ഗ്യാസ് ലെഫ്റ്റിലും റൈറ്റിലും ഉള്ളത് ക്യാൻസൽ ചെയ്തു പോകും. ഓക്സിജൻ ഗ്യാസിന്റെ നമ്പർ കുറയും. ഇതൊക്കെ അതിന്റെ ഉള്ളിൽ നടക്കുന്ന റിയാക്ഷൻസ് ആണ്. നമ്മളത് എക്സ്ട്രാ വീണ്ടും ചെയ്യുന്നതല്ല. ആഡ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് നമ്മൾ ചെയ്യുന്നതെല്ലാം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ അതിനെല്ലാം റെഡിയാക്കി വെക്കുന്നതാണ്.
അന്നേരം ഹോൾ ഇക്വേഷൻ മുഴുവനായിട്ടും ബാധിക്കും. മനസ്സിലായോ പറഞ്ഞേ? പുതിയ ഇക്വേഷൻ പുതിയ ഇക്വേഷന്റെ ഡെൽറ്റ സീറോ നമ്മള് ഇത് ആഡ് ചെയ്ത് തന്നെ കിട്ടിയതാണോ? അതെ നോക്കിക്കാൻ പുതിയ ഇക്വേഷൻ അതല്ലായിരുന്നു. നമുക്ക് കിട്ടേണ്ട ഇക്വേഷൻ ഇതല്ലായിരുന്നോ? സി ഗ്രാഫൈറ്റ് പ്ലസ് CO ഗ്യാസ്. ഇതിന്റെ ഡെൽറ്റ RH0 കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇത്രയും ചെയ്തേ. കണ്ടുപിടിച്ചപ്പോ നമുക്ക് അതേ ഇക്വേഷൻ തന്നെ കിട്ടി. മനസ്സിലായോ? മനസ്സിലായപ്പോ ഇത് ഡെൽറ്റ RH0 കണ്ടുപിടിക്കാനാണെങ്കിൽ ആദ്യം തന്നെ രണ്ടിന്റെ ഡെൽറ്റ RH0 പ്ലസ് ചെയ്താൽ പോരാ. നമുക്കിപ്പോ എന്തെങ്കിലും അപ്പൊ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ തെറ്റിപ്പോലെ. റിവേഴ്സ് ചെയ്യണം എന്നുള്ളത് നമുക്ക് എഴുതി കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായേ? ആദ്യമേ രണ്ടും കൂടെ ആഡ് ചെയ്ത് വെച്ച രണ്ടും മൈനസ് വാല്യൂ തന്നെയല്ലേ? മനസ്സിലായോ? റിവേഴ്സ് ചെയ്തിട്ട് ആഡ് ചെയ്താലേ പറ്റുള്ളൂ. യെസ്. അപ്പൊ ഇതിനാണ് നമ്മൾ ഇതെന്ന് വിളിക്കുന്നത് ഹെസസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ എന്ന് വിളിക്കുന്നത്. ഒറ്റയടിക്ക് നടക്കുന്ന റിയാക്ഷന്റെ എൻതാൽപി ചേഞ്ച് എന്ന് പറയുന്നത് അതിൽ ഉള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എല്ലാത്തിന്റെയും സമ്മിനാണ് നമ്മൾ പറയുന്നത്. യെസ്. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ. Then move on to the last topic, that is spontaneity. Yes, tomorrow നമുക്ക് ഇതിന്റെ അകത്തുള്ള പ്രോബ്ലം എല്ലാം ചെയ്യണം. അതുകൊണ്ട് ഇത് മുഴുവൻ നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ട് വരണം. Okay. So spontaneity of a chemical reaction. ഇതെടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. Spontaneity of a chemical reaction. Yes. Spontaneity of a chemical reaction. എന്നതാ മക്കളെ ഈ സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? വാട്ട് ആർ സ്പോണ്ടേനിയസ് പ്രോസസ്സസ്? മൂവാത് പറഞ്ഞേ. മൂവാതെ എന്താ ഈ സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന പ്രോസസ് ആണ്. പെട്ടെന്ന് നടക്കുന്ന റിയാക്ഷൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് നമുക്ക് വിളിക്കാം. പെട്ടെന്ന് നടക്കുന്ന റിയാക്ഷൻസിനെ സ്പോണ്ടേനിയസ് എന്ന് വിളിക്കാം. അത് ഫിസിക്കൽ ചേഞ്ച് ആയിക്കോട്ടെ അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് ആയിക്കോട്ടെ, അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് നമ്മൾ വിളിക്കും. ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്നതിനെയാണ് നമ്മൾ സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു, ഞാനൊരു മലയുടെ മേളിൽ പോയി നിൽക്കുവോ? മല വേണ്ട, ഞാനൊരു സ്റ്റെപ്പിന്റെ മേളിൽ കയറി നിൽക്കുവാന്ന് വിചാരിച്ചോ. ഒരു 15 സ്റ്റെപ്പിന്റെ മേളിൽ ഞാൻ നിൽക്കുക. ഓക്കെ, ഞാൻ അതിന്റെ ആ അറ്റത്ത് പോയി നിന്നപ്പോഴത്തേക്കും എന്റെ കാലൊന്ന് സ്ലിപ്പായി എന്ന് വിചാരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ കാല് സ്ലിപ്പ് ആകുമല്ല ചെയ്യുന്നത്. അവിടെ ഒരു എന്താ പറയാ, ഒരു തടിക്കഷ്ണം എന്തെങ്കിലും ആ സ്റ്റെപ്പിന്റെ മുകളിൽ ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചോളൂ. ഞാൻ അപ്പുറത്തുനിന്ന് ഞാൻ ഓടി വരുവോ ചെയ്യുന്നേ. ആ ഓടി വന്ന് ഞാൻ അതിന്റെ അകത്തോട്ട് കാലങ്ങോട്ട് തട്ടിന്ന് വിചാരിക്കുക. എന്നാ സംഭവിക്കാം വെച്ചത്? അല്ല, ആ തടിക്കഷ്ണത്തില് കാല് കൊണ്ടുവന്ന ടീച്ചറിന്റെ കാല് വേണ്ടത്. യെസ്, കാല് വേദന എടുക്കും. ഓക്കെ, കൂടെ എന്നാ കൂടെ സംഭവിക്കും? മറിഞ്ഞു ചാടും. മറിഞ്ഞു ചാടും. എങ്ങോട്ടേക്ക് ചാടിപ്പോവും? സ്റ്റെപ്പിലോട്ട് ഞാൻ ചാടിപ്പോവും എന്തായാലും. ആ തടിക്കഷ്ണം അവിടെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ നല്ല സ്പീഡിലാണ് വരുന്നത്. അപ്പൊ ഞാൻ എന്തായാലും തെറിച്ചു വീഴൂലോ, ഇല്ലേ? ആ 15 സ്റ്റെപ്പിന്റെ മേളിൽ ഇത് ഞാൻ താഴത്തോട്ട് പോകും. ഓക്കെ, അതൊരു സ്പോണ്ടേനിയസ് പ്രോസസ് അല്ലേ ഫാത്തിമ? ആണോ? പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ് അല്ലേ അത്? അതോ പതുക്കെ പതുക്കെ ആലോചിച്ചാണോ ഞാൻ താഴെ എത്തുന്നത്? അല്ലല്ലോ, ഒറ്റയടിക്ക് ഞാൻ എന്തായാലും താഴെ എത്തും. അതൊരു റിവേഴ്സിബിൾ പ്രോസസ് ആണോ ഇറിവേഴ്സിബിൾ പ്രോസസ് ആണോ? അതിലെ റിവേഴ്സിബിൾ പ്രോസസ് ആണോ ഇറിവേഴ്സിബിൾ പ്രോസസ് ആണോ? ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള പ്രോസസ്സുകളാണ്. ഓക്കെ, ഇനി ഹാഷിം പറഞ്ഞ ഒരു മലയുടെ മുകളിൽ നിന്ന് വെള്ളം ഒഴുകുക, വെള്ളച്ചാട്ടം, അതൊരു റിവേഴ്സിബിൾ പ്രോസസ് ആണോ ഇറിവേഴ്സിബിൾ പ്രോസസ് ആണോ? അത് റിവേഴ്സിബിൾ അല്ലേ? റിവേഴ്സിബിൾ. തിരിച്ചു മലയിലോട്ട് വെള്ളം കയറി പോകൂലല്ലോ, ഇല്ല. അതൊരു ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ്.
ഓക്കെ, ലുക്മാൻ പറഞ്ഞേ കാർബണും ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്യും. കാർബണും ഓക്സിജനും കൂടെ, കാർബൺ കത്തിയാൽ എന്തുണ്ടാവും? കാർബണും ഓക്സിജൻ കമ്പഷൻ റിയാക്ഷനാ. പ്രൊഡക്റ്റ് എന്തായിരിക്കും? CO2. യെസ്, CO2 ഉണ്ടാകും. അതൊരു റിവേഴ്സിബിൾ പ്രോസസ് ആണോ ഇറിവേഴ്സിബിൾ പ്രോസസ് ആണോ? തിരിച്ച് CO2 കിട്ടണല്ലോ. തിരിച്ച് CO2 കാർബണും ഓക്സിജനുമായിട്ട് മാറുമോ? ഇല്ല. ഇല്ല. ഇപ്പൊ ഇത്രയും നിങ്ങൾ ആലോചിച്ചോ, നമ്മൾ പേപ്പർ കത്തിക്കും. പേപ്പർ കത്തുന്ന പേപ്പർ എന്ന് പറഞ്ഞാൽ കാർബണാ, അത് കത്തിക്കുക. ഓക്സിജൻ കത്തിക്കഴിയുമ്പോ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് അവിടെ ഉണ്ടാകും. പക്ഷെ തിരിച്ച് നമുക്ക് ആ പേപ്പർ തിരിച്ചു കിട്ടുവോ? ഇല്ല. അപ്പൊ അതും ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സാ. ഇതെല്ലാം സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന പ്രോസസ്സുകൾ ആണ്. ഇതെല്ലാം ഇറിവേഴ്സിബിളാ. പക്ഷെ നമുക്ക് ഇവരെ വേണമെങ്കിൽ റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. വേണമെങ്കിൽ റിവേഴ്സ് ചെയ്യാം. ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവരെ എന്ത് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും? റിവേഴ്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോ മുകളിൽ നിന്ന് താഴത്തേക്ക് ചാടിപ്പോയി. ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഏജൻസി എന്നെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ എനിക്ക് തിരിച്ച് മുകളിൽ വന്ന് നിൽക്കാം, അല്ലെ? ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഏജൻസി ഉണ്ടെങ്കിൽ മാത്രം എനിക്കത് പോസിബിൾ ആണ്. ഇപ്പൊ കാർബൺ പ്ലസ് O2 ഗീസ് കാർബൺ ഡൈ ഓക്സൈഡ്, എന്തെങ്കിലുമൊക്കെ കണ്ടീഷൻസ് മാറ്റി മാറ്റി കൊടുത്താൽ ആ പ്രോസസ്സിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ ഹെൽപ്പോട് കൂടി മാത്രം റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതും അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള പ്രോസസ്സുകളെ, അതെല്ലാം യൂണിഡയറക്ഷനിലാണ്, ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ നടക്കുള്ളൂ. അതുകൊണ്ട് ഇറിവേഴ്സിബിൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പ്രോസസ്സുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് നമ്മൾ പറയും. സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ ചൂടുവെള്ളം എടുത്ത് പച്ചവെള്ളത്തിൽ വെച്ചു. ഓക്കെ, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും, അല്ലെ? എങ്ങോട്ടിരുന്ന് എങ്ങോട്ടേക്കാ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഫിദ, ഒരു ചൂടുവെള്ളം ഒരു ഗ്ലാസ്സിൽ എടുത്തിട്ട് പച്ചവെള്ളത്തിൽ ഇറക്കി വെച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എവിടെ നിന്നും എങ്ങോട്ടേക്കാണ്? ആ ഗ്ലാസ്സിൽ നിന്ന് വെള്ളത്തിലേക്ക്, പച്ചവെള്ളത്തിലോട്ട് ഹീറ്റിന്റെ ട്രാൻസ്ഫർ നടക്കും. അതൊരു സ്പോണ്ടേനിയസ് പ്രോസസ് അല്ലേ? എന്തായാലും തിരിച്ച് പച്ചവെള്ളത്തിൽ നിന്നും ഹീറ്റിന്റെ ട്രാൻസ്ഫർ നടക്കത്തില്ലല്ലോ. പച്ചവെള്ളം തണുത്തായിരിക്കുന്നേ, അവിടെ ഹീറ്റിന്റെ ട്രാൻസ്ഫർ ഒന്നും ഇല്ല. അതിനെയും നമുക്ക് എന്ത് വിളിക്കാം? ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ഹോട്ടർ ബോഡി ടു വാമർ ബോഡി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. അപ്പൊ ഏതൊരു സ്പോണ്ടേനിയസ് പ്രോസസ് ആണെങ്കിലും അതെല്ലാം ഇറിവേഴ്സിബിൾ ആണ്. അവരെ നമ്മൾ റിവേഴ്സ് ചെയ്യണമെങ്കിൽ എക്സ്റ്റേണൽ ഏജൻസിയുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അവരെ നമുക്ക് റിവേഴ്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. റിവേഴ്സ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ ആവശ്യം നമുക്കുണ്ട്. ഇനി അതെല്ലാം ഒറ്റയ്ക്കൊരു ഡയറക്ഷനിൽ മാത്രമേ നടക്കത്തുള്ളൂ. ദാറ്റ് മീൻസ് ദേ ആർ യൂണിഡിറക്ഷണൽ ഇൻ നേച്ചർ. അവര് യൂണിഡിറക്ഷണൽ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? എന്താ പറഞ്ഞെന്നുള്ളത് മനസ്സിലായോ? സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറയുന്നത് പെട്ടെന്ന് നടക്കുന്ന പ്രോസസ് ആണെന്ന് മുവാദ് പറഞ്ഞു. പക്ഷെ അത് പെട്ടെന്ന് നടക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. യൂണിഡയറക്ഷൻ, ഒരേ ഡയറക്ഷനിൽ മാത്രം നടക്കുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് വിളിക്കും. കാരണം നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. റിവേഴ്സ് ചെയ്യണമെങ്കിൽ എക്സ്റ്റേണൽ ഏജൻസിയുടെ ആവശ്യം ഉണ്ട്. എങ്കിൽ മാത്രമേ അതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് വിളിക്കുന്നത്. സ്പോണ്ടേനിയസ് പ്രോസസ്. യെസ് മിസ്, എല്ലാ ഇറിവേഴ്സിബിൾ ചേഞ്ചസിനെ നമുക്ക് എക്സ്റ്റേണലിന്റെ സഹായത്തോടുകൂടി റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ? ഇറിവേഴ്സിബിളിനെയാണ്. എല്ലാത്തിനെയും പറ്റത്തില്ല. അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് കുറച്ച് മാത്രമേ പറ്റുള്ളൂ. എല്ലാത്തിനെയും ഒന്നും പറ്റത്തൊന്നുമില്ല. ചിലതിനെയൊക്കെ നമ്മൾ ആദ്യമേ റിയാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കണ്ടീഷൻസ് കൊടുത്താൽ മേ ബി പോസിബിൾ ആണ്. പക്ഷെ എല്ലാരെയും നമുക്ക് പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ സാധിക്കുന്നതിനെ മാത്രമേ നമ്മൾ സ്പോണ്ടേനിയസ് എന്ന് വിളിക്കത്തുള്ളൂ. മനസ്സിലായോ? യെസ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡെഫിനേഷൻ എഴുതിക്കേ. പഴയ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 175 സ്പോണ്ടേനിറ്റി എന്ന് പറയുന്ന ഹെഡിങ് വരുന്നത് 6.6 ആണ് ടെക്സ്റ്റ് ബുക്കിൽ. 6.6 പഴയ ടെക്സ്റ്റ് ബുക്കിൽ 175 ആണ്. പുതിയ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ എത്രയാ? പുതിയ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ എത്രയാ? 181. യെസ്, 181. പുതിയ ടെക്സ്റ്റ് ബുക്കിൽ 181 ആണ്. പഴയ ടെക്സ്റ്റ് ബുക്കിൽ 175 ആണ്. ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്ന കണ്ടോ?
സ്പോണ്ടേനിറ്റി എന്ന് പറയുന്ന പാർട്ട് കണ്ടോ? 6.6 കണ്ടോ എല്ലാവരും? യെസ്, ആ 6.6 എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ഇറ്റാലിക്സിലെ ബോൾഡ് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഡെഫിനേഷൻ എടുത്ത് എഴുതിക്കേ. എ സ്പോണ്ടേനിയസ് പ്രോസസ് ഈസ് ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ് ആൻഡ് മേ ഓൺലി ബി റിവേഴ്സ്ഡ് ബൈ സം എക്സ്റ്റേണൽ ഏജൻസി. only be reversed by some external agency. Definition മാത്രം എഴുതി വെക്കുക കേട്ടോ. A spontaneous process is an irreversible or natural process, irreversible process and may only be reversed by some external agency. Yes. ആ ഒരു പോയിന്റ് മാത്രം അവിടെ ഓർത്തു വെച്ചാൽ മതി കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത്ര അറിഞ്ഞാൽ മതി. സ്പോണ്ടേനിയസ് എന്ന് പറയുന്നത് കൂടുതലും നാച്ചുറൽ പ്രോസസ്സുകളാണ്, ഇറിവേഴ്സിബിൾ ആണ്, യൂണി ഡയറക്ഷണൽ ആണ്. എക്സ്റ്റേണൽ ഏജൻസി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റിവേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഫെൻസ് എന്താ ഇത്രയും ലേറ്റ് ആയേ? നെറ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. യെസ്, അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ ആ പാർട്ട് വായിച്ചേ. യെസ്, ജമീലത്തൊന്ന് വായിച്ച മോളെ. യെസ്, സ്പോണ്ടേനിറ്റിയുടെ ആ പാർട്ട് മാത്രം. യെസ്, the first law of thermodynamics tells us about the relation between the heat absorbed and the work performed on or by a system. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വേഷൻ എന്താ ഫിദ? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഇക്വേഷൻ എന്താ? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു Q plus W. യെസ്, ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു Q പ്ലസ് W. ഫസ്റ്റ് ലോയിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ടോ, റിലീസ് ചെയ്യുന്നുണ്ടോ, വർക്ക് ഡൺ ഓൺ ഓർ ബൈ ദ സിസ്റ്റം ആണോ, ഈ ഒരു കാര്യം മാത്രമേ അവിടെ പറയുന്നുള്ളൂ. അവിടെ ഡയറക്ഷനോ കാര്യങ്ങളോ ഒന്നും ഫസ്റ്റ് ലോയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നില്ല. ഓക്കെ, കണ്ടിന്യൂ ചെയ്യോ. അതാട്ടോ അവിടെ പറഞ്ഞിരിക്കുന്നത്. യെസ്, it puts no restrictions on the direction of heat flows. However, the flow of heat is unidirectional from higher temperature to lower temperature. In fact, all naturally occurring processes, whether chemical or physical, will tend to proceed spontaneously in one direction only. For example, a gas expanding to fill the available volume, burning carbon in dioxygen, giving carbon dioxide. But heat will not flow from colder body to warmer body on its own. The gas. ഒരു മിനിറ്റ്, നമുക്ക് ടെമ്പറേച്ചർ കൂടിയടത്ത് നിന്ന് കുറഞ്ഞിടത്തോട്ടേക്ക് നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. എക്സ്റ്റേണൽ ഏജൻസിയുടെ ആവശ്യമൊന്നുമില്ല അല്ലെ? അതേസമയം തണുത്തിരിക്കുന്നതിനെ ചൂടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ട് നടക്കുന്ന കാര്യമാണോ? നമ്മൾ ബർണറെ കൊണ്ടുവച്ച് ഹീറ്റ് ചെയ്യേണ്ടി വരും അല്ലെ? ഇപ്പൊ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുക. നമ്മൾ അടുപ്പത്ത് വെച്ച് എന്തെങ്കിലും ഒരു സാധനം ചൂടാക്കി, നമ്മളത് പുറത്തു കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് തണുത്തോളൂല്ലേ കുറച്ച് സമയം കഴിയുമ്പോൾ? ഇല്ലേ? അതേസമയം ചുമ്മാ ഇരിക്കുന്ന ഒരു സാധനം ചൂടായി വരുമോ? തന്നെ വരുമോ? ഇല്ല. നമ്മൾ അടുപ്പത്ത് കൊണ്ടുവച്ച് ചൂടാക്കിയാൽ മാത്രമേ ഇത് ചൂടാവുള്ളൂ. അപ്പൊ എക്സ്റ്റേണൽ ഏജൻസിയുടെ ആവശ്യമുണ്ട്. കോൾഡർ ടു ഹോട്ടറിന് എക്സ്റ്റേണൽ ഏജൻസി ആവശ്യമുണ്ട്. അതേസമയം ഹോട്ടർ ടു കോൾഡർ ആകാൻ എക്സ്റ്റേണൽ ഏജൻസിയുടെ ആവശ്യം ഇല്ല. മനസ്സിലായോ? യെസ്, വായിച്ചോ മോളെ. ഫ്രിഡ്ജ് കയറ്റി വെക്കണ അത് എക്സ്റ്റേണൽ അല്ലേ? ഫ്രിഡ്ജ് കയറ്റി വെച്ചാൽ അത് എക്സ്റ്റേണൽ ഏജൻസിയാണ്. യെസ്, The gas in a container corner or carbon dioxide will not form carbon and dioxygen spontaneously. This and many other spontaneously occurring changes show unidirectional change. We may ask, what is the driving force of spontaneously occurring changes? What determines the direction of a spontaneous change? In this section, we shall establish some criterion for this process, whether this will take place or not. Let us first understand what do we mean by spontaneous reaction or change. You may think by your common observation that spontaneous reaction is one which occurs immediately when contact is made between the reactants.
Take the case of combination of hydrogen. Spontaneous reaction is one which occurs immediately when contact is made between the reactants. റിയാക്ടൻസുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് നടക്കുന്ന പ്രോസസ്സുകളെയാണ് നമ്മൾ സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് വിളിക്കുന്നത്. I will read. Take the case of combination of hydrogen and oxygen. These gases may be mixed at room temperature and left for many years without observing any perceptible change. അതായത് നമ്മളിപ്പം ഈ റൂം എടുക്കുവാണെങ്കിൽ ഈ റൂമിൽ നിങ്ങളുടെ റൂമിലൊക്കെ ആണെങ്കിലും ഇഷ്ടംപോലെ ഹൈഡ്രജനും ഓക്സിജനും റൂം ടെമ്പറേച്ചറിൽ അതിൻ്റെ അകത്തുണ്ട്. അവര് തമ്മിൽ എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോ? നമുക്ക് നോർമലി അറിയാം ഹൈഡ്രജനും ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്താൽ എന്ത് ഫോം ചെയ്യും? അതിൽ ഹൈഡ്രജനും ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്താൽ എന്താ കിട്ടുന്നത്? H2O. യെസ്, വാട്ടർ കിട്ടും. അന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അങ്ങനെയാണെങ്കിൽ ലോകം മുഴുവൻ വെള്ളമായിരിക്കത്തില്ലേ? അല്ലേ? നമ്മുടെ റൂമിലൊക്കെ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടാവണ്ടേ ഹൈഡ്രജനും ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്താല്? അതാ പറഞ്ഞേ, റൂം ടെമ്പറേച്ചറിൽ ഹൈഡ്രജനും ഓക്സിജനും കൂടെ മിക്സ് ചെയ്ത് കിടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവര് തമ്മില് പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും ഇല്ല. കാരണം അവര് തമ്മിലുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര സ്ലോ ആയിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. പക്ഷെ നമ്മൾ എക്സ്റ്റേണൽ ഏജൻസി കൊടുക്കുവാണ് എന്നുണ്ടെങ്കിൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം. ഒരു H2ന് ഹാഫ് മോൾ ഓഫ് O2 മാത്രമേ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇവിടെ മുഴുവൻ വെള്ളമായി പോയേനെ. പക്ഷെ ഓക്സിജൻ ഒരിക്കലും O എന്നുള്ള രീതിയിൽ എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഓക്സിജൻ O2 ആയിട്ടാ നിൽക്കുന്നത്. അതുകൊണ്ടാ വാട്ടർ ഫോം ചെയ്യാത്ത. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പിടികിട്ടിയോ? നമ്മുടെ റൂമിൽ എന്തുണ്ട്? നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ റൂമിൽ H2 ഉണ്ട്, O2 ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. അന്നും പറഞ്ഞ് ഇവിടെ വെള്ളം ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ട്? വെള്ളം ഉണ്ടാകണമെങ്കിൽ O2 മോളിക്യൂൾ അല്ല വേണ്ടേ, ഒരു ഓക്സിജൻ ആറ്റമാ വേണ്ടേ. ഒരു ഓക്സിജൻ ആറ്റം ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. കാരണം O2 സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് H2 O2 കൂടെ പതുക്കെ റിയാക്ട് ചെയ്ത് ടൈം എടുത്ത് വേണമെങ്കിൽ എന്തുണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്? വാട്ടർ ആകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. H2 ഹാഫ് മോൾ ഓഫ് O2നോട് മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ. അപ്പൊ അത് ഭയങ്കര സ്ലോ ആയിട്ട് നടക്കുന്ന പ്രോസസ് ആണ്. ഓക്കെ, പക്ഷെ നമുക്ക് ഇതിനെ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. എങ്ങനെ? നമുക്ക് എക്സ്റ്റേണൽ ഏജൻസി കൊടുത്ത റിയാക്ഷൻ പോസിബിൾ ആ. അപ്പൊ അതിനെ നമുക്ക് വേണമെങ്കിൽ എന്തെന്ന് വിളിക്കാം? സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ although the reaction is taking place between them, it is at an extremely slow rate. It is still called a spontaneous reaction. So spontaneity means having the potential to proceed without the assistance of external agency. However, it does not tell us about the rate of a reaction or process. External agency ഇല്ലാണ്ട് നടക്കുന്ന റിയാക്ഷൻ എല്ലാം സ്പോണ്ടേനിയസ് എന്ന് വിളിക്കാം. പക്ഷെ അതിന്റെ റേറ്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് എപ്പ എങ്ങനെ നടക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. അതിന് തോന്നുമ്പോ സമയം എടുത്ത് എപ്പോഴെങ്കിലും നടക്കും. Okay, so however, it does not tell us about the rate of a reaction or process. Another aspect of spontaneous reaction or process as we see is that these cannot reverse their direction on their own. We may summarize it as follows. Appa last definition matram orthikya: a spontaneous process is an irreversible process and may only be reversed by some external agency. Clear ayo enna parneyenu? സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ആ വേർഡ് മീനിങ് പെട്ടെന്ന് നടക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അത് പെട്ടെന്ന് നടക്കണം നിർബന്ധമൊന്നുമില്ല. അതൊക്കെ എപ്പോഴെങ്കിലും സമയമെടുത്ത് നടന്നാൽ മതി. അത് ഇറിവേഴ്സിബിൾ ആയിരിക്കും. അത് റിവേഴ്സ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്റ്റേണൽ ഏജൻസി കൊടുക്കേണ്ടതായിട്ട് വരും. പിടികിട്ടിയോ? ഫ്ലോ ഓഫ് ഹീറ്റ് ഫ്രം ഹൈ ടെമ്പറേച്ചർ ടു ലോവർ ടെമ്പറേച്ചർ എക്സാമ്പിൾ ആണ്. Reaction between hydrogen and oxygen example ആണ്. Expansion of a gas, burning of carbon in oxygen giving carbon dioxide, ഇതെല്ലാം spontaneous പ്രോസസ്സുകൾക്ക് എക്സാമ്പിൾ ആണ്. ഹാഷിം എന്നെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നേ? ഒന്നുമില്ല. യെസ്, ഓക്കെ. അപ്പൊ ഇനി സ്പോണ്ടേനിയസ് പ്രോസസ്സുകൾ ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, കാർബൺ ഡയോക്സൈഡ് വെച്ച് കാർബൺ ഉണ്ടാക്കാൻ പറ്റും. കാർബൺ ഡൈ ഓക്സൈഡിന് വേണമെങ്കിൽ റിവേഴ്സ് ചെയ്താൽ നമുക്ക് കാർബൺ ആക്കി മാറ്റാം. അങ്ങനെയാണോ ചോദിച്ചേ? കാർബൺ ഡൈ ഓക്സൈഡ് റിവേഴ്സ് ചെയ്തിട്ടുള്ള പ്രോസസ് ആണോ ചോദിച്ചേ? ആ, വേണമെങ്കിൽ അത് കണ്ടീഷൻസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതിപ്പോ വലിയ ഏതെങ്കിലുമൊക്കെ പ്രഷർ ഗ്യാസ് അല്ലേ, ഗ്യാസിനെ തിരിച്ച് നമ്മൾ അതിനകത്തുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പാകത്തിന് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ കൊടുത്ത് CO ബോണ്ട് ബ്രേക്ക് ചെയ്ത് അങ്ങനെയൊക്കെ പറ്റും.
അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. C ഡബിൾ ബോണ്ട് O ഡബിൾ ബോണ്ട് O. ഈ 2 ബോണ്ട് ബ്രേക്ക് ചെയ്താൽ മാത്രം നമുക്ക് അങ്ങനെ ഒരു പോസിബിലിറ്റി. ബോണ്ട് ബ്രേക്ക് ചെയ്യാം, അതേ ഇതിന്റെ അകത്ത് വഴിയുള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നും കാർബൺ കിട്ടണമെങ്കിൽ ബോണ്ട് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഈ സ്പോണ്ടേനിയസ് പ്രോസസ്സുകൾ തന്നെ 2 രീതിയിലുള്ള പ്രോസസ്സുകൾ ഉണ്ട്. 2 രീതിയിലുള്ള പ്രോസസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻസ് 2 രീതിയിലുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ഏതൊക്കെയാ അസ്ലം? കെമിക്കൽ റിയാക്ഷൻസ് 2 ഉണ്ടല്ലോ. ഏതൊക്കെയാ? എനർജി റിലീസ് ചെയ്യുന്നത് കൊണ്ട്, എനർജി അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട്. അവർക്ക് പറയുന്ന പേരെന്താ? എക്സോതെർമിക്കും എൻഡോതെർമിക്കും. യെസ്, എക്സോതെർമിക് റിയാക്ഷനും ഉണ്ട്, അതേപോലെ തന്നെ എൻഡോതെർമിക് റിയാക്ഷൻസും ഉണ്ട്. എക്സോതെർമിക്കും ഉണ്ട്, എൻഡോതെർമിക്കും ഉണ്ട്. ഓക്കെ. പക്ഷെങ്കിൽ നമുക്ക് ഈ സ്പോണ്ടേനിയസ് പ്രോസസ്സുകൾ അല്ലെങ്കിൽ സ്പോണ്ടേനിറ്റി ഓഫ് എ റിയാക്ഷൻ ഒരിക്കലും നമുക്ക് അത് എക്സോതെർമിക് ആണോ അതോ എൻഡോതെർമിക് ആണോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല. ഓർത്തു വെച്ചോണം. എക്സോതെർമിക് ആയിട്ടുള്ള റിയാക്ഷൻസും ഉണ്ട്, എൻഡോതെർമിക് ആയിട്ടുള്ള റിയാക്ഷൻസും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ആ നടക്കുന്ന റിയാക്ഷൻസ് സ്പോണ്ടേനിയസ് ആണോ അതോ നോൺ സ്പോണ്ടേനിയസ് ആണോ എന്നുള്ളത് നമുക്ക് ഈ എൻതാൽപ്പിയുടെ വാല്യൂ ഉപയോഗിച്ച് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല. അതെപ്പോഴും ഓർമ്മ വേണം കേട്ടോ. എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ എന്ന് നോക്കി നമുക്ക് ഒരിക്കലും അത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എന്താ പറയാ, മുകളിൽ നിന്ന് വെള്ളം താഴ്ത്തോട്ട് ഒഴുകുന്നു. ഓക്കെ. ഒരു മലയുടെ മുകളിൽ നിന്ന് വെള്ളം താഴ്ത്തോട്ട് ഒഴുകണം. അല്ലെങ്കിൽ നമ്മള് ഒരു കല്ല് മുകളിൽ നിന്നും താഴ്ത്തോട്ടേക്ക് ഇടുന്നു. ഓക്കെ. കല്ല് മുകളിൽ നിന്ന് താഴ്ത്തോട്ടേക്ക് ഇടുന്നു, അല്ലെങ്കിൽ വെള്ളം മുകളിൽ നിന്ന് താഴ്ത്തോട്ട് ചാടുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ. അന്നേരം എനർജി എന്ത് ചെയ്യും? കുറയുവാണോ കൂടുവാണോ ചെയ്യുന്നേ? എല്ലാം യൂണി ഡയറക്ഷനിലാണ്. മുകളിൽ നിന്ന് താഴ്ത്തോട്ട് ഇട്ടു, എല്ലാം മേളിൽ നിന്നിട്ട്, കല്ലും മേളിൽ നിന്ന് താഴ്ത്തോട്ടിട്ടെ, വെള്ളവും മേളിൽ നിന്ന് താഴ്ത്തോട്ട് ഒഴിച്ചേ. ഓക്കെ. യൂണി ഡയറക്ഷനിലാണ്. ഇറിവേഴ്സിബിൾ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം അല്ലെ? കല്ല് മുകളിൽ നിന്ന് താഴത്തോട്ട് വീണാൽ തിരിച്ചാ കല്ല് മുകളിലോട്ട് കയറിപ്പോണെങ്കിൽ നമ്മൾ താഴെ നിന്ന് മുകളിലോട്ട് എറിയണം, എന്നാലേ പറ്റുള്ളൂ. എക്സ്റ്റേണൽ ഏജൻസി കൊടുത്താൽ മാത്രമേ മുകളിലോട്ട് പോകുള്ളൂ. താഴത്തോട്ട് വീഴുന്ന വെള്ളത്തിനെ മുകളിലോട്ട് എത്തിക്കണമെങ്കിൽ നമ്മൾ താഴെ നമ്മൾ പുഷ് ചെയ്യണം, എങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ്, സ്പോണ്ടേനിയസ് ആണെന്നുള്ള കാര്യം ക്ലിയർ ആണ്. ഈ കേസിൽ എനർജി എങ്ങനെയാണ്? അഷ്കർ പറഞ്ഞേ, എനർജി കുറയുവാണോ ചെയ്യുന്നത്, എനർജി കൂടുവാണോ ചെയ്യുന്നത്? എനർജി കുറയും. ഡെൽറ്റ എച്ചിന്റെ വാല്യൂ എന്ത് ചെയ്യും? കുറയും. ഡിക്രീസ് ഇൻ എനർജി. കാരണം താഴത്തോട്ട് വന്നാൽ സ്റ്റേബിലിറ്റി കൂടുതലാണ്. ഓക്കെ. അപ്പം ഈ എനർജി കുറയുക എന്ന് പറഞ്ഞാൽ ഇത് എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ ആസിം? എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ? കുറയുകയല്ലേ? ആ. നെഗറ്റീവ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എക്സോതെർമിക്. യെസ്, എക്സോതെർമിക് ആയിട്ടുള്ള റിയാക്ഷൻസ് സ്പോണ്ടേനിയസ് ആണ്. ഡൗട്ട് ഉണ്ടോ? ചോദിച്ചോണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു മലയുടെ മുകളിൽ നിന്ന് വെള്ളം ഒഴുകുന്നു, അല്ലെങ്കിൽ ഒരു കല്ല് നമ്മൾ മുകളിൽ നിന്ന് താഴ്ത്തോട്ട് ഇടുന്നു. രണ്ടും എന്തിന് എക്സാമ്പിളാ? സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രോസസ്സുമാണ്, ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള പ്രോസസ്സുമാണ്. ഓക്കെ. നമ്മൾ ആ ഒരു റിയാക്ഷൻ നടത്തിയപ്പോൾ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ എനർജി കുറയുവാണ് ചെയ്യുന്നത്. സോ നെഗറ്റീവ് ആണ്, അത് എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഡൗട്ട് ഇല്ല, ക്ലിയർ ആണല്ലോ? നോക്കൂ ടീച്ചർ എഴുതാം. ഫ്ലോ ഓഫ് വാട്ടർ ഡൗൺ ഹിൽ or fall of a stone to the ground. ഈ രണ്ട് പ്രോസസ്സുകളും സ്പോണ്ടേനിയസ് ആണ്, ഇറിവേഴ്സിബിൾ ആണ്. ഇവിടുത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് എക്സോതെർമിക് ആണ്, കാരണം ഡിക്രീസ് ഇൻ എനർജി ആണ്. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഉണ്ടോ മക്കളെ? ഇല്ല. ഓക്കെ. ഇനി ഞാൻ കുറച്ച് കെമിക്കൽ റിയാക്ഷൻസ് എഴുതാം. ഇത് ഫിസിക്കൽ പ്രോസസ്സുകൾ. കെമിക്കൽ റിയാക്ഷൻസ് എഴുതുന്നു. ഹാഫ് N2 പ്ലസ് 3/2 H2 ഗീവ്സ് NH3. ഇവിടുത്തെ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ -46.1 കിലോ ജൂൾ പെർ മോള.
ഇതും ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്. നൈട്രജനും ഹൈഡ്രജനും കൂടി റിയാക്ട് ചെയ്ത് അമോണിയ ഉണ്ടാകുന്നു. സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. ഓക്കെ, അവിടുത്തെ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ -46 ആണ്. ഞാൻ ഈ എഴുതിയിരിക്കുന്നതെല്ലാം ഇറിവേഴ്സിബിൾ പ്രോസസ്സുകളുമാണ്, എക്സോതെർമിക്കും ആണ്, അതേപോലെ തന്നെ സ്പോണ്ടേനിയസും ആണ്. ഓക്കെ, ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ എന്താ പറയുക? സ്പോണ്ടേനിയസ് പ്രോസസ്സുകൾ എന്ന് പറഞ്ഞാൽ ഇറിവേഴ്സിബിൾ ആണ്, അവരെല്ലാവരും എക്സോതെർമിക് ആണ്. നമ്മൾ ഫിസിക്കൽ പ്രോസസ്സിനോടൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കല്ല് മേളിൽ താഴത്തോട്ട് ചാടുന്നതും വെള്ളം മേളിൽ താഴത്തോട്ട് ഒഴുകുന്നതും എല്ലാം എക്സോതെർമിക് ആണ്. അപ്പൊ സ്പോണ്ടേനിയസ് പ്രോസസ്സുകളെ എല്ലാം നമുക്ക് എക്സോതെർമിക് എന്ന് വിളിക്കാൻ പറ്റും. അതല്ലേ നമുക്ക് ഇതിന് മനസ്സിലാവുന്നേ? ആണോ അല്ലയോ? അല്ലേ? നമ്മൾ ഇങ്ങനെ ഒരു കാര്യം മാത്രമേ നമുക്കറിയുള്ളൂ. ഈ എക്സോതെർമിക് എന്നുള്ള ചിന്തയൊന്നും വേണ്ട. നമ്മൾ പറയാ കല്ല് മുകളിൽ നിന്ന് താഴത്തോട്ട് ചാടുന്നു, അത് സ്പോണ്ടേനിയസ് പ്രോസസ്സാ, ഇറിവേഴ്സിബിൾ ആ, അവിടെ എനർജി കുറയുമോ? ആ ശരി, അങ്ങനെയാണെങ്കിൽ എനർജി കുറയുന്ന എല്ലാ റിയാക്ഷൻസും സ്പോണ്ടേനിയസ്. അങ്ങനെ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എൻഡോതെർമിക് ആയിട്ടുള്ള റിയാക്ഷൻസും ഉണ്ട്. എക്സാമ്പിള് ½ N2 + O2 ഗ്യാസ് ഗിവ്സ് NO2 ഗ്യാസ്. ഇവിടുത്തെ എൻതാൽപി ചേഞ്ച് എന്ന് പറയുന്നത് +33.2 kJ/mol. +33.2 എന്ന് പറയുന്നത് എൻഡോതെർമിക് ആണോ എക്സോതെർമിക് ആണോ ആസിം? പ്ലസ് വാല്യൂ വന്നാൽ അത് എൻഡോതെർമിക് ആണോ എക്സോതെർമിക് ആണോ? എൻഡോതെർമിക് അല്ലേ? അത് എൻഡോതെർമിക്. ഇത് എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. പക്ഷെ ഇത് സ്പോണ്ടേനിയസ് ആ. കാരണം N2ഉം O2ഉം കൂടെ പതുക്കെ ഇരുന്ന് റിയാക്ട് ചെയ്ത് NO2 ഗ്യാസ് ഉണ്ടാകുന്നു. സ്പോണ്ടേനിയസ് ആ, ഇറിവേഴ്സിബിൾ ആ. എക്സ്റ്റേണൽ ഏജൻസി കൊടുത്താലേ എനിക്ക് NO2വിൽ നിന്ന് തിരിച്ച് N2O2 കിട്ടുള്ളൂ. കണ്ടോ? അപ്പൊ നമ്മൾ തെറ്റിപ്പോയില്ലേ? എനർജി കുറയുന്നത് മാത്രമല്ല സ്പോണ്ടേനിയസ് പ്രോസസ്സ്, എനർജി കൂടിയാൽ അതും എന്തു തന്നെയാണ്? സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. പിടികിട്ടിയോ? ടീച്ചർ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ. സ്പോണ്ടേനിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ ഒരിക്കലും എനർജിയുടെ വാല്യൂ വെച്ചിട്ട് സ്പോണ്ടേനിറ്റി പറയാൻ പറ്റൂല. കാരണം എക്സോതെർമിക് ആയിട്ടുള്ള സ്പോണ്ടേനിയസ് പ്രോസസ്സുകളും ഉണ്ട്, എൻഡോതെർമിക് ആയിട്ടുള്ള സ്പോണ്ടേനിയസ് പ്രോസസ്സുകളും ഉണ്ട്. എക്സോതെർമിക് ആയിട്ടുള്ളത് കൊണ്ട് എൻഡോതെർമിക് ആയിട്ടുള്ളതും ഉണ്ട്. അപ്പൊ ഈ സ്പോണ്ടേനിറ്റി ഇനി നമ്മൾ എങ്ങനെ പറയും? ഈ സ്പോണ്ടേനിറ്റി പറയാൻ വേണ്ടിയിട്ട് വേറെ ഒരു തെർമോഡൈനാമിക് ഫംഗ്ഷൻ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ലാസ്റ്റ് തെർമോഡൈനാമിക് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് എൻട്രോപ്പി. സ്പോണ്ടേനിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു തെർമോഡൈനാമിക് ഫംഗ്ഷൻ ആണ് എൻട്രോപ്പി ഡെൽറ്റ എസ്. ഓക്കെ, ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ഒരു ക്രൈറ്റീരിയൻ ആയിട്ട് നമുക്ക് സ്പോണ്ടേനിറ്റിക്ക് വേണ്ടി പറയാൻ പറ്റൂല. ഡെൽറ്റ എച്ച് ഉപയോഗിച്ച് എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ എന്ന് പറയാം. രണ്ടു കേസിലും സ്പോണ്ടേനിയസ് പ്രോസസ്സുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഇതെന്താണെന്നുള്ളത് വായിച്ചു നോക്കിക്കേ. ഈസ് ഡിക്രീസിൻ, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഈസ് ഡിക്രീസിൻ എൻതാൽപി എ ക്രൈറ്റീരിയൻ ഫോർ സ്പോണ്ടേനിറ്റി. ഇത് സ്പോണ്ടേനിറ്റിയുടെ ക്രൈറ്റീരിയൻ ആണോ എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, വായിച്ചു നോക്കിക്കേ. യെസ്, ഫാത്തിമ വായിച്ച മോളെ. ഇഫ് വി എക്സാമിൻ, എവിടെയെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ. If we examine the phenomenon like flow of water downhill or fall of a stone onto the ground, we find that there is a net decrease in potential energy in the direction of change. By analogy, we may be tempted to state that a chemical reaction is spontaneous in a given direction because decrease in energy has taken place, as in the case of exothermic reactions. For example, statement, chemical reaction is spontaneous in a given direction because decrease in energy has taken place, as in the case of exothermic reaction. ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. കെമിക്കൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആകും എപ്പോൾ എനർജി കുറഞ്ഞാൽ, എപ്പോൾ എക്സോതെർമിക് റിയാക്ഷൻ. വിശാൽ എന്താ ചിരിച്ചോണ്ടിരിക്കുമേ? അവിടെ ആരാ വന്നേ വിശാല്? അതിനെ നീ ചുമ്മാ ഇരിക്കാൻ തോന്നി? ഇത് ഒരു വർത്താനം പറയാൻ വന്നാണോ? ചുമ്മാ ഇത് നോക്കിയിരിക്കാണ്ടിരുന്നു എഴുതാന്ന് പറഞ്ഞ. Chemical reaction is spontaneous in a given direction. ഇത്താത്താന്ന് ചേച്ചിയാണോ? ചേച്ചി ചേച്ചി എന്ത്? നിന്റെ ചേച്ചിയാണോ നിന്റെ ബുക്ക് കൊണ്ടുപോയേ?
ആ ഹോസ്റ്റലില് പോയതാ. ചേച്ചി എന്ത് ചെയ്യണു? ചേച്ചി എൻട്രൻസിന് പിടിക്കുക. എവിടെ? ഇവിടെ ആകാശില്. ആകാശിലോ? കൊച്ചിയിലോ? ഇവിടെ എടപ്പള്ളി. Okay. Chemical reaction is spontaneous in a given direction because decrease in energy has taken place, as in the case of exothermic reaction. Exothermic reaction ആണെങ്കിൽ എനർജി കുറയും, അതിനെ നമുക്ക് സ്പോണ്ടേനിയസ് പ്രോസസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിന്റെ എക്സാമ്പിളുകളാണ് കൊടുത്തിരിക്കുന്നത്. എക്സോതെർമിക് ആകാൻ ചാൻസ് ഉള്ളതിന്റെ എക്സാമ്പിളുകൾ. ഓക്കെ, മൈനസ് ഡെൽറ്റ എച്ച് സീറോ വാല്യൂസ് വരുന്നതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് തോന്നും, കണ്ടോ ഡെൽറ്റ എച്ച് സീറോ നെഗറ്റീവാ, എനർജി കുറഞ്ഞു, അപ്പൊ അത് എക്സോതെർമിക്. ഓക്കെ, ഇറിവേഴ്സിബിൾ സ്പോണ്ടേനിയസ്, കൺഫേം. അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂല. ഡെൽറ്റ എച്ച് സീറോന്റെ വാല്യൂ പോസിറ്റീവും എൻഡോതെർമിക്കും ആയിട്ടുള്ള സ്പോണ്ടേനിയസ് പ്രോസസ്സുകൾ ഉണ്ട്. ഓക്കെ, താഴത്തോട്ട് വന്നേ. ദ ഡിക്രീസ് ഇൻ എൻതാൽപി ഇൻ പാസിംഗ് ഫ്രം റിയാക്ടന്റ് ടു പ്രൊഡക്റ്റ് മേ ബി ഷോൺ ഫോർ എനി എക്സോതെർമിക് റിയാക്ഷൻ ഓൺ ആൻ എൻതാൽപി ഡയഗ്രാം. അവിടെ ഒരു എൻതാൽപി ഡയഗ്രാം കൊടുത്തിരിക്കുന്നത് കണ്ടോ? റൈറ്റ് സൈഡിൽ 6.10A. ആദ്യത്തെ ഫിഗർ നോക്കിക്കേ മക്കളെ. നമ്മൾ എൻതാൽപി ചേഞ്ച് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? വിശാലെ പറഞ്ഞേ, എങ്ങനെയാ നമ്മൾ ചേഞ്ച് കണ്ടുപിടിക്കുന്നത്? ചേഞ്ച് സാധാരണ നമ്മൾ എന്തിൽ നിന്ന് എന്താ കുറയ്ക്കണ്ടേ? ഫൈനലിൽ നിന്ന് ഇനീഷ്യൽ കുറയ്ക്കണം. അപ്പൊ അത് നെഗറ്റീവ് ആകണം എന്നുണ്ടെങ്കിൽ ഏതിന്റെ വാല്യൂ ആയിരിക്കും കൂടുതൽ? ഫൈനൽ ആണോ ഇനീഷ്യൽ ആണോ കൂടുതൽ? ഫൈനൽ കൂടുതൽ. നെഗറ്റീവ് കിട്ടണമെങ്കിൽ ഏതായിരിക്കും കൂടുതൽ? നെഗറ്റീവ് കിട്ടണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയ മക്കളൊന്ന് എഴുതി നോക്ക്. ഇനീഷ്യൽ കൂടുതൽ. ചേഞ്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഫൈനൽ മൈനസ് ഇനീഷ്യലാ. ഈ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രോഡക്റ്റ് മൈനസ് റിയാക്ടന്റ് ആണ് നമ്മൾ തെർമോഡൈനാമിക്സിൽ പറയുന്നത്. അപ്പൊ അതൊരു നെഗറ്റീവ് കിട്ടണമെങ്കിൽ ഏതായിരിക്കും കൂടുതൽ വരിക? R കൂടുതൽ വരണം, R ഗ്രേറ്റർ ദാൻ P വരണം. പോസിറ്റീവ് വരണമെങ്കിലോ P ഗ്രേറ്റർ ദാൻ R വരണം. ഇത് മനസ്സിൽ വേണേ. ഓക്കെ, സോ ഡെൽറ്റ എച്ച് സീറോ എൻതാൽപി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ നമുക്ക് നെഗറ്റീവ് വരുന്നതാണ് എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് എക്സോതെർമിക് നെഗറ്റീവ് കിട്ടണമെങ്കിൽ ഏതായിരിക്കും വരുന്നത് ജമീലത്തെ? റിയാക്ടന്റ് കൂടണോ അതോ പ്രൊഡക്റ്റ് കൂടണോ? ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നെഗറ്റീവ് വരുമ്പോഴാണ് അത് എക്സോതെർമിക് റിയാക്ഷൻ ആകുന്നത്. അതിൽ ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല, നെഗറ്റീവ്. ഇങ്ങനെ നെഗറ്റീവ് വരണമെങ്കിൽ ആരായിരിക്കണം വലുത്? റിയാക്ടന്റ് ആണോ വലുത് വരേണ്ടത്? പ്രൊഡക്റ്റ് ആണോ വലുത് വരേണ്ടത്? ചേഞ്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത് പ്രൊഡക്റ്റ് മൈനസ് റിയാക്ടന്റ്. അപ്പൊ ആരുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ആരുടെ എമൗണ്ട് കൂടണം എന്നാണ് ഞാൻ ചോദിച്ചത്. നെഗറ്റീവ് കിട്ടണമെങ്കിൽ യെസ്, റിയാക്ടന്റ്. കാരണം എപ്പോഴും നമ്മൾ ഡെൽറ്റ എച്ചിന്റെ ചേഞ്ച് കണ്ടുപിടിക്കുന്ന പ്രൊഡക്റ്റ് മൈനസ് റിയാക്ടന്റ്. അപ്പൊ റിയാക്ടന്റിന്റെ എമൗണ്ട് കൂടിയാലേ ആ വാല്യൂ മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് വരത്തുള്ളൂ. പിടികിട്ടിയോ പറഞ്ഞത്? മനസ്സിലായോ? പറഞ്ഞു ഹാഷിമെ, മനസ്സിലായോ? അർജുൻ മനസ്സിലായോ? ആ തലയാട്ടൽ കണ്ടിട്ട് ഇച്ചിരി മനസ്സിലായില്ല എന്ന് തോന്നുന്നു അല്ലേ? കുഴപ്പമില്ല. ചോദിക്ക്, ഡൗട്ടുള്ള ചോദിക്ക്. കാരണം ഇത് ക്ലിയർ ചെയ്ത് പോയി നിങ്ങൾ കൺഫ്യൂഷൻ ആവട്ടോ. യെസ്, എന്താ ഡൗട്ട് അർജുൻ? ഡൗട്ടൊന്നുമില്ല. ഇല്ല, ഒന്നുമില്ല. മനസ്സിലായോ? യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ സ്പോണ്ടേനിയസ് പ്രോസസ്സുകൾ എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നെഗറ്റീവ്. അത് വരണമെങ്കിൽ റിയാക്ടന്റിന്റെ എൻതാൽപി എങ്ങനെയായിരിക്കണം? കൂടുതലായിരിക്കണം. അതാണ് ഡയഗ്രത്തിൽ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ, 6.10A എൻതാൽപിയും റിയാക്ഷൻ കോർഡിനേറ്റും തമ്മിലുള്ള ഗ്രാഫിന്റെ അകത്ത് മുകളിൽ കൊടുത്തിരിക്കുന്ന ടോട്ടൽ എൻതാൽപി ഓഫ് റിയാക്ടന്റ് കൂടുതൽ, എൻതാൽപി ഓഫ് പ്രൊഡക്റ്റ് കുറവല്ലേ മക്കളെ? പ്രൊഡക്റ്റ് താഴെയല്ലേ എഴുതിയിരിക്കുന്നേ? കണ്ടോ നിങ്ങള്? അംജദെ കണ്ടോ? എന്റെ മുഖത്തല്ല, പുസ്തകത്തിൽ നോക്കിക്കേ. 6.10A ടോട്ടൽ എൻതാൽപി ഓഫ് റിയാക്ടന്റ് മുകളിലാണ്, ടോട്ടൽ എൻതാൽപി ഓഫ് പ്രൊഡക്റ്റ് താഴെയാണ്. അതിന്റെ അർത്ഥം എന്താ? റിയാക്ടന്റിന്റെ എൻതാൽപി കൂടുതൽ, പ്രൊഡക്റ്റിന്റെ കുറവ്. റിയാക്ടന്റ് പ്രൊഡക്റ്റിനേക്കാളും കൂടുതലാണ് എക്സോതെർമിക് റിയാക്ഷൻ. അതാണ് ആ ഡയഗ്രാം കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇല്ല, കുഴപ്പമൊന്നുമില്ല. യെസ്, അങ്ങനെയാണെങ്കിൽ അംജദ് പറഞ്ഞേ, എൻഡോതെർമിക് റിയാക്ഷന്റെ കേസിൽ എങ്ങനെയായിരിക്കും? എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? എൻഡോതെർമിക് നെഗറ്റീവ്.
എൻഡോതെർമിക് പോസിറ്റീവ്. ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണ് ഇൻ ദ കേസ് ഓഫ് എൻഡോതെർമിക് റിയാക്ഷൻ. അപ്പൊ റിയാക്ടന്റിന്റെ എൻതാൽപ്പി ആണോ കൂടുതൽ വരേണ്ടത്, പ്രൊഡക്റ്റിന്റെ എൻതാൽപ്പി ആണോ കൂടുതൽ വരേണ്ടത്? പ്രൊഡക്റ്റിന്റെ. പ്രൊഡക്റ്റ്. സോ പി ഗ്രേറ്റർ ദാൻ ആർ. എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ് ഗ്രേറ്റർ ദാൻ എൻതാൽപ്പി ഓഫ് റിയാക്ടൻസ്. യെസ്. അപ്പൊ നിങ്ങൾ രണ്ടാമത്തെ ഫിഗർ നോക്കിക്കേ. എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ് അല്ലേ കൂടുതൽ, എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ് കൂടുതൽ, അതുകൊണ്ട് അത് മേളിൽ എഴുതി വെച്ചിരിക്കുന്നേ. താഴെയാണ് എൻതാൽപ്പി ഓഫ് റിയാക്ടന്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡിഫറൻസ് കിട്ടും. ഓക്കെ. ഇനി ആ എൻഡോതെർമിക് റിയാക്ഷൻ 2 എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഹാഫ് N2 ഗ്യാസ് പ്ലസ് O2 ഗ്യാസ് ഗീവ്സ് NO2 പ്ലസ് 33.2 കിലോജൂൾ പെർ മോൾ ആണ്. സി ഗ്രാഫൈറ്റ് പ്ലസ് 2 SgCS2 plus 128.5 kilojoule per mole. These reactions through endothermic are spontaneous. The increase in enthalpy may be represented on an enthalpy diagram. Therefore, it becomes obvious that while decreasing enthalpy may be a contributory factor for spontaneity, but it is not true for all cases. Underline that statement. Decrease in enthalpy spontaneity condition. പക്ഷേ ഇത് എല്ലാ റിയാക്ഷൻസിലും കറക്റ്റ് ആയിരിക്കത്തില്ല. കാരണം ഇൻക്രീസ് ഇൻ എൻതാൽപ്പി ഉള്ള റിയാക്ഷൻസും ഉണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. സ്പോണ്ടേനിയസ് പ്രോസസ്സുകൾ എക്സോതെർമിക്കും ഉണ്ട്, എൻഡോതെർമിക്കും ഉണ്ട്. എക്സോതെർമിക് ആയിട്ടുള്ള സ്പോണ്ടേനിയസ് പ്രോസസ്സുകളും ഉണ്ട്, എൻഡോതെർമിക് ആയിട്ടുള്ള സ്പോണ്ടേനിയസ് പ്രോസസ്സുകളും ഉണ്ട്. പറഞ്ഞത് മനസ്സിലായോ? എക്സോതെർമിക് ആയിട്ടുള്ള സ്പോണ്ടേനിയസ് പ്രോസസ്സുകളും ഉണ്ട്, എൻഡോതെർമിക് ആയിട്ടുള്ള സ്പോണ്ടേനിയസ് പ്രോസസ്സുകളും ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഇനി ഈ സ്പോണ്ടേനിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തെർമോഡൈനാമിക് ഫംഗ്ഷൻ ഉണ്ട്. ലാസ്റ്റ് തെർമോഡൈനാമിക് ഫംഗ്ഷൻ ദാറ്റ് ഈസ് എൻട്രോപ്പി. എൻട്രോപ്പി ഡെൽറ്റ എസ്. അത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് മറന്നു പോകരുത്. ഇത്രയും കാര്യം വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് വന്നോളൂ കേട്ടോ. യെസ്, സ്പോണ്ടേനിറ്റി എന്താണ്, സ്പോണ്ടേനിറ്റിയുടെ കണ്ടീഷൻ, ഡെൽറ്റ എച്ച് നെഗറ്റീവ് പോസിറ്റീവ് നോക്കിയിട്ടല്ല സ്പോണ്ടേനിറ്റി നമ്മൾ പറയുന്നത്. എൻട്രോപ്പി എന്ന് പറയുന്ന ഒരു ടേം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്പോണ്ടേനിയസ് ആണോ അല്ലയോ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇത്തരം കാര്യം ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് നാളെ ഒരു ഹാഫ് അവർ കൊണ്ട് തീരും. ഹാഫ് അവർ വേണ്ട, അത് പെട്ടെന്ന് തീരും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് പ്രോബ്ലം വരെയാ മക്കളെ ചെയ്തേ ടെക്സ്റ്റ് ബുക്കിൽ? ഐ തിങ്ക് പ്രോബ്ലം 6.5 അല്ലേ ലാസ്റ്റ് ചെയ്തേ? യെസ്. അപ്പൊ ഇനി നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് exercise question exercise question 7 ചെയ്യാം. exercise question 7 related to first law of thermodynamics. ചാപ്റ്റർ എൻഡിൽ കൊടുത്തിരിക്കുന്ന എക്സസൈസ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഏതാണ്? അയ്യോ, എന്തത്? ഹലോ, നിങ്ങക്ക് കേക്കാവോ? ഹലോ, കേക്കാം. അയ്യോ, എന്തത്? നിങ്ങൾക്ക് കാണാൻ പറ്റണില്ലോ നിങ്ങളെ? ആ, യെസ്. മറ്റും നിങ്ങൾ എവിടെയോ പോയി, വേറെ ഏതോ സ്ക്രീനിൽ പോയി. ഒച്ച മാത്രമേ ഞാൻ കേട്ടുള്ളൂ. എന്നെ ചോദിച്ചത് ക്വസ്റ്റ്യൻ ഏതാണ്? 6.7.
ഭീമമറിയം. സിക്സ് 6.7 ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് റിലേറ്റഡ് ആണ്. വേഗം ചെയ്യാം. യെസ്, ചെയ്തോ? എന്നാ ചെയ്യേണ്ടത് മനസ്സിലായോ? റോസ്മരിയ എന്നാ ചെയ്യാനാ പറഞ്ഞ? റോസ്മരിയ എന്നതാ ഇത് കണ്ടുപിടിക്കണ്ടേ? ഇന്റേണൽ എനർജിയുടെ ചേഞ്ച്. ഇന്റേണൽ എനർജിയുടെ ചേഞ്ച് കണ്ടുപിടിക്കണം. ഏത് ഇക്വേഷനാ യൂസ് ചെയ്യണ്ടേ? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ക്യൂവിന്റെ വാല്യൂ എത്രയാ അൽസാഫെ? ക്യൂവിന്റെ വാല്യൂ എത്രയാ? ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം ക്യൂ 701 ജൂൾ. Yes, 701 ജൂൾ. ഹീറ്റ് അബ്സോർപ്ഷൻ ആണ്. അപ്പൊ പ്ലസ് വാല്യൂ ആണ് +701. വർക്കിന്റെ വാല്യൂ എത്രയാ ഹാഷിം? വർക്ക് എത്രയാ? 394 ജൂൾ. 394 ജൂൾ. അങ്ങനെ അവിടെ കൊടുത്തിരിക്കുന്ന വർക്ക് എന്തെന്നാ കൊടുത്തിരിക്കുന്നത്? സെന്റൻസ് എന്ന് വായിച്ച വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം ആണോ ബൈ ദ സിസ്റ്റം ആണോ? ബൈ ദ സിസ്റ്റം. ബൈ ദ സിസ്റ്റം ആണെങ്കിൽ അത് +394 ആണോ -394 ആണോ? വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം നെഗറ്റീവ്. അപ്പൊ -394 വേണം എടുക്കാൻ. ഇക്വേഷൻ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു, എപ്പോഴും ഇക്വേഷൻ ആദ്യം എഴുതുക, ദെൻ തന്നിരിക്കുന്നത് എടുത്ത് എഴുതുക, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാട്ടോ. സോ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ക്യൂ 701 ജൂൾ പ്ലസ് 701 ജൂൾ. തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് എപ്പോൾ എഴുതിയാലും സൈനും കൂടെ കൊടുക്കുക കേട്ടോ. +701 ജൂൾ. വർക്ക് ഈസ് -394 ജൂൾ. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട്, യു വിൽ ഗെറ്റ് ദി ആൻസർ. എനർജി ആണ്, സോ ജൂൾ ആണ് യൂണിറ്റ്. യെസ്, ചെയ്ത് കഴിഞ്ഞില്ലേ? എത്ര കിട്ടി ഉത്തരം? എവിടെ അഫീസ, എത്ര കിട്ടി ഉത്തരം? 307 ജൂൾ. 307 ജൂൾ കറക്റ്റ് ആണ്. യെസ് ടീച്ചർ എഴുതാം. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു.
Yes. Q is equal to plus 701 joule. W is equal to minus 394 joule. So delta U is equal to 701 joule minus 394 joule. So the answer is 307 joule plus 307 joule. The internal energy of the system increases. ആ പോയിന്റ് കൂടെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പ്ലസ് എടുക്കുക എന്ന് പറഞ്ഞാൽ കൂടി എന്നല്ലേ അർത്ഥം. The internal energy of the system increases. Yes. Okay. അടുത്തൊരു question number question number 3 ചെയ്തേ. The enthalpies of all the elements in their standard state ആണ്. സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ എൻതാൽപ്പിയുടെ വാല്യൂ എത്രയായിരിക്കും? സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ എൻതാൽപ്പിയുടെ വാല്യൂ എത്രയായിരിക്കും? യൂണിറ്റി 0 less than 0. Different for each element. Yes. വേഗം ചെയ്യൂ. ഉത്തരവേ ഉള്ളൂ. യെസ് ഫാത്തിമ എത്ര കിട്ടി ഉത്തരം? മിസ് ഞാൻ ചെയ്യണേ ഉള്ളൂ, നോക്കട്ടെ. കിട്ടിയവരൊന്ന് കൈവക്കിക്കേ. സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ എലമെന്റിന്റെ എൻതാൽപ്പി എത്രയായിരിക്കും? സ്റ്റാൻഡേർഡ് സ്റ്റേറ്റാ എലമെന്റൽ സ്റ്റേറ്റാ? ആസിം 0 ആയിരിക്കും. ആയിരിക്കും. അപ്പൊ ആ പോയിന്റ് ഓർത്ത് വെച്ചോണം കേട്ടോ. ഇത് എൻതാൽപ്പീസ് ഓഫ് ഓൾ ദി എലമെന്റ്സ് ഇൻ ദെയർ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്. ഒരു എലമെന്റ് ചുമ്മാ ഇരിക്കാന്ന് അതിന്റെ അർത്ഥം. വെറുതെ ഏതാ അവർക്ക് പ്രത്യേകിച്ച് എനർജി ഒന്നും ഇല്ല. സോ 0. നിങ്ങളിപ്പോ വെറുതെ ഇരിക്കുക, നിങ്ങൾക്ക് ഒരു എനർജി ഇല്ല. 0. സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ എൻതാൽപ്പി ചേഞ്ച് എപ്പോഴും എൻതാൽപ്പി എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. യെസ്. സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ എൻതാൽപ്പി 0. യെസ്. അപ്പൊ ഞാൻ ചെറിയൊരു കുഞ്ഞു ഹോംവർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് തരുവാണ് കേട്ടോ. യെസ്. എക്സസൈസ് ക്വസ്റ്റ്യൻ 8. Exercise question 8. 6.8. അത് പഴയ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ആയിട്ടാ. ടീച്ചറെ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം, എല്ലാവരും ഒന്ന് എടുത്തേ മക്കളെ. 6.8. The reaction of cyanamide NH2Cl solid with the dioxin was carried out in a bomb calorimeter and delta U was found to be ഇത്ര കൊടുത്തിട്ടുണ്ട്. Calculate the enthalpy change for the reaction. ഇക്വേഷൻ പഴയ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ആണ്. NH2Cn plus 3/2O2 gives N2 plus CO2 plus H2O. അതിൽ തെറ്റുള്ളത് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ NH2Cn ബ്രാക്കറ്റിൽ എസ് എന്നല്ലേ, സോറി എന്നാണ് കൊടുത്തിരിക്കുന്നത്. പഴയതിലും പുതിലും തെറ്റ് അല്ല, എസ് ആട്ടോ. അത് ജി എന്നാണോ കൊടുത്തിരിക്കുന്നത്? നിങ്ങൾക്ക് രണ്ട് ടെക്സ്റ്റ് ബുക്കിലും ജി എന്നല്ലേ കൊടുത്തിരിക്കുന്നത്. NH2Cn ജി അല്ലാതെ എസ് ആണ് കേട്ടോ. മുകളിൽ ആ ക്വസ്റ്റ്യന്റെ അകത്ത് കറക്റ്റ് ആയിട്ട് അവർ കൊടുത്തത് NH2Cn എസ് എന്ന് കൊടുത്തു. താഴത്തോട്ട് വന്നപ്പോ NH2Cn ജി ആയി പോയി. അത് സോളിഡ് ആണ്. ഇവിടെ നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഏത് ഇക്വേഷൻ ഉപയോഗിക്കണേ? ഡെൽറ്റ യു തന്നിട്ടുണ്ട്. എൻതാൽപ്പി ചേഞ്ച് കണ്ടുപിടിക്കണം. ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണ്ടേ? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ യു ഇൻ ദ കേസ് ഓഫ് റിയാക്ഷൻസ് ഇൻവോൾവിംഗ് ഗ്യാസസ്. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. ഡെൽറ്റ യു അവിടെ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് മൈനസ് 742.7 കിലോ ജൂൾ പെർ മോൾ എന്ന് തന്നിട്ടുണ്ട്. ഡെൽറ്റ എൻ ജി നിങ്ങൾ കണ്ടുപിടിക്കണം. ആർ എത്രയാ? 8.314 ജൂൾ ആണ്. കിലോ ജൂളിലോട്ട് കൺവേർട്ട് ചെയ്യണം. ടെമ്പറേച്ചർ T is equal to 298 Kelvin. ഓക്കെ. അപ്പൊ നാളത്തേക്ക് വരുമ്പോ ഇത് മാത്രം ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്തിട്ട് വരിക കേട്ടോ. ഒരു 10 മിനിറ്റ് പോലും എടുക്കില്ല അത് ചെയ്യാൻ. ഓക്കെ. സോ നാളെ കാണാം. അപ്പത്തേക്കും ബാക്കിയുള്ളത് പഠിച്ചിട്ട് വരും. നമുക്ക് ബാക്കി പ്രോബ്ലം ചെയ്യണം. നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ. സോ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. Thank you, Miss. Thank you, Miss. Thank you, teacher. Thank you, Miss. Yes. ടീച്ചറെ ചോദിച്ചോ പെട്ടെന്ന് ചോദിച്ചോളൂ കേട്ടോ. ടീച്ചറിന് ശേഷം എന്ന് എഴുതേണ്ടായിരുന്നു? എന്നാത്തിന്റെ സെന്റൻസിന് ശേഷം ആ 307 കഴിഞ്ഞിട്ടാ? അല്ല, എക്സസൈസ് 6.7.
അതാ ഞാൻ പറഞ്ഞേ എൻതാൽപ്പി the internal energy increases. പ്ലസ് ഇട്ടല്ലേ കുതിരന്റെ +307 അല്ലേ അതിന്റെ അർത്ഥം ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യുന്നത്. മനസ്സിലായോ? പിന്നെ അതിനുശേഷം വേറെ എന്താ പറഞ്ഞില്ലായിരുന്നോ? വേറൊന്നും പറഞ്ഞില്ല. ഇന്റേണൽ എനർജി ഓഫ് ദി സിസ്റ്റം ഇൻക്രീസസ് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ. പിന്നെ വേറെ ഏതാ ക്വസ്റ്റ്യൻ ആണോ പറഞ്ഞതിന് ശേഷം? പിന്നെ ഈ 6.8 പറഞ്ഞേ, അത് ചെയ്യാനാ പറഞ്ഞേ. 6.8 ചെയ്യണമെന്നാ ഞാൻ പറഞ്ഞത്. ഓക്കെ, അത് ചെയ്യാനുള്ള ഹിന്റാണ് ഞാൻ എഴുതി വെച്ചത്. യെസ്. ഓക്കെ, താങ്ക് യു.